Namaskaram, I'm Shanu Suresh. Welcome to the Super Dugout, the official podcast series of the Super League Kerala. Today we have a woman who has been breaking barriers. നമ്മുടെ ഈ ഷൂട്ടിന് വേണ്ടി മാത്രം കണ്ണൂരിൽ നിന്ന് രാവിലെ വന്ന ഒരാളാണ്. And talk about dedication, talk about hard work, talk about achievement and talk about promoting women football. She is at the top. She was the first woman from Kerala to be awarded both the AFCA and Pro coaching licenses. Plus, currently she is the assistant coach for the Indian national women football team and the head coach of under 17. Wow. So she continues to inspire us all. But today she's on the hot seat with me. Let's welcome Priya. Hi Priya, thank you so much for joining us on the Super Dugout. നമുക്ക് വേണ്ടി മാത്രം കണ്ണൂരിൽ നിന്ന് രാവിലെ പുറപ്പെട്ട ഒരാളാണ്. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. ആൻഡ് ഓണസ്റ്റ്ലി എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്കൊരു ഫാൻ ഗേൾ മൂമെന്റ് ആണ്. എനിക്ക് സ്ട്രോങ് വുമനോട് ഒരു എക്സ്ട്രാ സെൻസ് ഓഫ് ഒരു ആരാധന എനിക്കുണ്ട്. സോ താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. ഓക്കെ, സോ ഈ ഒരു മൂമെന്റിൽ പ്രിയ ഒരുപാട് ഒരുപാട് ഒരു വലിയ ജേർണിക്ക് ശേഷമാണ് ഈ ഒരു പോയിന്റിൽ വന്ന് നിൽക്കുന്നത് അല്ലെ? ചെറിയ പ്രായത്തിൽ തന്നെ തുടങ്ങി. നമുക്ക് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. പ്രിയയുടെ ചെറുപ്പകാലങ്ങളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ കണ്ണൂരിൽ നിന്നാണ് ലൈക്ക് ഐ സെഡ്. അപ്പോൾ ചെറുപ്പകാലങ്ങളിൽ ആ ഒരു സമയത്ത് 1997 ആദ്യം തുടങ്ങിയത്, പ്ലേയിങ് തുടങ്ങിയത്. പക്ഷെ ഏത് പ്രായത്തിലാണ് ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു സ്പോർട്ട് ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്? താങ്ക് യു സോ മച്ച്. ഏത് പ്രായത്തിലാണ് നമ്മൾ ഈ സ്പോർട്സിലേക്ക് ആകർഷകയായത് എന്ന് ചോദിച്ചാൽ, ഞാൻ കണ്ണൂരിലെ വെങ്ങര എന്ന് പറയുന്ന ഗ്രാമത്തിലായിരുന്നു എൻ്റെ ജനനം, എൻ്റെ വളർച്ച, അതായത് സ്കൂൾ കാലഘട്ടത്തിൽ. അപ്പം എൻ്റെ ഗ്രാമത്തിൽ പണ്ട് കാലത്ത് പല തരത്തിലുള്ള ടൂർണമെൻറ്റുകൾ നടത്താറുണ്ട്. വോളിബോൾ ആയിക്കോട്ടെ, ഷട്ടിൽ ആയിക്കോട്ടെ, അത്ലറ്റിക്സ്, അങ്ങനെയുള്ള പലതും എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. പല പല വലിയ വലിയ താരങ്ങൾ വന്ന് കളിച്ച ഒരു നാടാണ് എന്ന് വെച്ചാൽ വോളിബോളിൽ. അന്ന് സാൻഡോസ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബ്, ആ ക്ലബിൻ്റെ ഒരു സ്ഥാപകനൊക്കെ ആയിട്ട് എൻ്റെ അച്ഛൻ, അമ്മാവന്മാർ, വലിയച്ഛന്മാർ, അപ്പോൾ അങ്ങനെ ഒരു കൂട്ടായ്മയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എൻ്റെ അച്ഛൻ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. അതുപോലെ തന്നെ പറഞ്ഞതുപോലെ അമ്മാവന്മാരായിക്കോട്ടെ, വലിയച്ഛന്മാരായിക്കോട്ടെ, എല്ലാവരും പിന്നെ ഏതെങ്കിലും ഒരു സ്പോർട്സ് ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നവരായിരുന്നു. അതുകൊണ്ട് ഒരു പക്ഷേ ആ കുട്ടിക്കാലമായിരിക്കാം എന്നിൽ അത്തരം ഒരു ഇൻഫ്ലുവൻസ് ആയത്. അത് കഴിഞ്ഞ് സ്കൂൾ തലത്തിലൊക്കെ ഞാൻ അത്ലറ്റിക്സിലും ഇതിലൊക്കെ പങ്കെടുത്തിരുന്നു. കുറച്ചുകൂടെ വലുതായി പ്രീ ഡിഗ്രി ആയിരുന്നു ആ സമയത്ത്. പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഹാൻഡ്ബോൾ ടീമിലുണ്ടായി, അങ്ങനെ കണ്ണൂർ ജില്ലാ ടീമിലൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞ് അങ്ങനെ ഒരു പത്രത്തിലൊരു ന്യൂസ് കണ്ടു, കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ സമ്മർ കോച്ചിങ് ക്യാമ്പ്, ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പിലേക്ക് പ്ലെയേഴ്സിനെ തിരഞ്ഞെടുക്കുന്നു. മറ്റേതെങ്കിലും ഒരു കളികളിൽ ഏർപ്പെട്ടവർക്ക് മുൻഗണന എന്നുണ്ട്. അങ്ങനെ എൻ്റെ അച്ഛൻ എന്നെയും കൂട്ടിയിട്ട് സ്റ്റേഡിയത്തിലേക്ക് പോവുകയും ആ സമയം മുതലാണ് ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത്. അച്ഛൻ അന്ന് കൈ പിടിച്ച് കൊണ്ടുപോയ ആ ഒരു നിമിഷത്തിൽ നിന്നും അന്ന് തുടങ്ങിയതാണ്. ആൻഡ് ദെൻ ദർ വാസ് നോ ലുക്കിംഗ് ബാക്ക്. അപ്പോൾ വീട്ടില് പറഞ്ഞു എല്ലാവരും ഫുട്ബോൾ അല്ലെങ്കിൽ സ്പോർട്സ് പ്ലേ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഇത്രയും അധികം ആക്റ്റീവും അത്ലറ്റിക് ആയ ആൾക്കാരുടെ ഇടയിൽ ഒരു പാവ അമ്മ അവിടെ എങ്ങനെയാണ് നിങ്ങൾ എല്ലാവരും മാനേജ് ചെയ്യുന്നത്? കാരണം അത്രയും അധികം ഡിസിപ്ലിൻ ഉണ്ട്, രാവിലെ എഴുന്നേക്കണം, ഫുഡ് പ്രെഫറൻസസ്, എങ്ങനെയായിരുന്നു അമ്മയുടെ ഒരു ഇൻവോൾവ്മെന്റ്? അല്ല, അമ്മ ഒരു സാധാരണ സ്ത്രീ ആയിരുന്നു. എന്ന് വെച്ചാൽ ഭർത്താവിനനുസരിച്ച് എല്ലാ ഇങ്ങനെ വലിയച്ഛന്മാർ, അമ്മമാർ, അങ്ങനെയുള്ള ഒരു തികച്ചും നാട്ടുമ്പുറത്തുള്ള ഒരു സാധാരണ സ്ത്രീ. എല്ലാം മൗനം സമ്മതം നിലയിൽ വളരെ സൈലൻ്റായിട്ട് ഒരു വീട്ടിൽ ഒതുങ്ങി നിന്ന് എല്ലാത്തിനും സപ്പോർട്ടായിരുന്നു. അത് ഭയങ്കര പീസ്ഫുൾ ആയിരുന്നു എൻ്റെ ഒരു വീട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്ത് ആയിരുന്നു. അങ്ങനത്തെ ഒരു സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും ആവശ്യം അല്ലെ? എന്നാൽ ആദ്യമായിട്ട് ബൂട്ട്സ് ഇട്ട് പിന്നീട് ഫുട്ബോൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി ആ ഒരു മൂമെന്റ് സത്യം പറഞ്ഞാൽ ഈ പത്രപരസ്യം കാണുമ്പോൾ വരെ എനിക്കറിയില്ലായിരുന്നു പെൺകുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നു. കാരണം അതിന് ഒരു പരിധിവരെ നമ്മൾക്ക് കുറ്റപ്പെടുത്താം സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ അന്നത്തെ പത്രമാധ്യമങ്ങൾ അത്രയും പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായില്ലായിരിക്കും. കാരണം ചെറുപ്പത്തിലേ ഞാൻ നന്നായിട്ട് പത്രങ്ങളൊക്കെ വായിക്കുന്ന ഒരു കുട്ടിയായിരുന്നു.
അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ബൂട്ടൊക്കെ വാങ്ങി, അച്ഛൻ ബൂട്ടൊക്കെ തന്നു. ഞാൻ പോകുമ്പോൾ തന്നെ ബൂട്ടൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അപ്പോൾ കറക്റ്റ് സൈസൊന്നുമല്ല, വലിയ ബൂട്ടൊക്കെ ആയിട്ട് അങ്ങനെ ഇട്ട് അങ്ങനെ അച്ഛൻ തന്നെ വാങ്ങിക്കൊണ്ടുവന്ന് അങ്ങനെ പോയിട്ട് ബൂട്ടൊക്കെ ഇട്ട് അവിടെ പോയപ്പോൾ വേറെയും കുറേ ആൾക്കാർ കളിക്കുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ ഫസ്റ്റ് ഒരു ഫുട്ബോളിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും എനിക്കറിയില്ലായിരുന്നു. ബോൾ കിട്ടിയാൽ അതിൻ്റെ പുറകിൽ അങ്ങനെ ഓടും, നന്നായിട്ട് ഓടുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഓടും. എൻ്റെ ഫസ്റ്റ് മാച്ച് എന്ന് പറയുന്നത് പിണറായിയിൽ വെച്ച് നടന്ന ഒരു എക്സിബിഷൻ മാച്ചായിരുന്നു. കണ്ണൂരിലെ ടീം കുറേ ചേച്ചിമാരെല്ലാവരും കളിക്കുമായിരുന്നു. അപ്പോൾ ആ ടീമിൽ 2 ടീം ഇട്ടിട്ട് പിണറായിയിൽ വെച്ച് നടന്നൊരു മാച്ച്. അപ്പോൾ എങ്ങനെയാണ് ഒരു പോസ്റ്റിൻ്റെ മുന്നിലെല്ലാം കിട്ടുമ്പോൾ എങ്ങനെയാണ് എന്താ ചെയ്യേണ്ടത്, അത്ര വലിയൊരു ഇതൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ആ ഒരു ഒന്നും കളി അറിയാതെ ഒരു വലിയ ക്രൗഡിൻ്റെ ഉള്ളിൽ കളിക്കാൻ വേണ്ടി കിട്ടിയതോടെ എനിക്ക് ക്രൗഡിനെ പേടിയില്ലാതായി, സത്യം പറഞ്ഞാൽ. പക്ഷെ അതിന് മുമ്പ് ഒരു ഇപ്പോൾ fear ഉണ്ടായിരുന്നോ? അത് അറിഞ്ഞില്ല, ഫിയർ എന്താണെന്ന് അറിഞ്ഞില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് നമ്മൾ ചിലപ്പോൾ പതിയെ പതിയെ കളിച്ച് വന്ന് വലിയ ക്രൗഡിനെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര പേടിയാണ്. പക്ഷെ എനിക്കത് ഫീൽ ചെയ്തില്ല. പിന്നെ തുടർന്ന് നമ്മൾ ഓരോരോ കളികളിലും പിന്നെ ഇപ്പോൾ കുട്ടികൾക്കുള്ള പോലെ ഒരുപാട് ടൂർണമെൻറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് എല്ലാ കളിയും ഒരു നാഷണൽ ഗെയിംസ് അത്രയും അതിൻ്റെ ക്യാമ്പുകളായിരുന്നു ഉണ്ടായിരുന്നത്. അത് മാസങ്ങളോളം ഉണ്ടാവും, അത് വേറെ കാര്യം. പക്ഷെ ടൂർണമെൻറ്റ് എന്ന് പറയുന്നത് നമ്മളൊക്കെ ആ കാലഘട്ടത്തിലുള്ള എല്ലാ പ്ലെയേഴ്സും സെവൻസ് ടൂർണമെൻറ്റുകൾ കളിച്ചിട്ടാണ് കളി പഠിച്ചത്. നിറയെ ഗാലറി നിറഞ്ഞ നല്ല ആരവത്തോടെയുള്ള കളികൾ. അതിപ്പോഴും ഭയങ്കര നമ്മൾക്ക് ഭയങ്കര രസമാണ് അതോർക്കുമ്പോൾ. ലൈക്ക് ഓണസ്റ്റ്ലി എന്നിട്ട് അതിന് കുറെ വർഷങ്ങൾക്ക് ശേഷം ആ ഒരു ഗ്രൗണ്ടിൽ പിന്നെയും പോകാൻ ഇല്ല ഇടയില്ലായി. ഇല്ല ഓക്കെ, ഇല്ല. ഓൾറൈറ്റ്. ഇപ്പൊ അച്ഛനും ഒരു പ്ലെയർ ആയിരുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അച്ഛന്റെ ഒരു എത്രത്തോളം ആയിരുന്നു ഒരു ഡിസിപ്ലിൻ ഫോം ചെയ്യാനായിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ്? ലൈക്ക് അച്ഛൻ എങ്ങനെയായിരുന്നു രാവിലെ നേരത്തെ എഴുന്നേക്കണം, ഇങ്ങനെ ചെയ്യണം, ചിട്ടയും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നോ, അതോ റിയലി ഓൾറെഡി ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നോ, എങ്ങനെയായിരുന്നു? ഈ പറഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം രാവിലെ എഴുന്നേൽക്കണം എന്ന് പറയേണ്ട ആവശ്യം ഉണ്ടായില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ നാട്ടിൽ നിന്ന് ഒരു മണിക്കൂർ ട്രാവൽ ചെയ്യണം കണ്ണൂർ സ്റ്റേഡിയത്തിൽ എത്തണമെങ്കിൽ കറക്റ്റ്. ആ സമയത്ത് ഞാൻ രാവിലെ എഴുന്നേൽക്കും. നമുക്കിതിനോടൊരു താല്പര്യം തോന്നുമ്പോൾ നമ്മൾ തന്നെ എഴുന്നേൽക്കുന്നു, വേഗം ബസ്സിൽ വരുന്നു, അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞ് കണ്ണൂർ സ്റ്റേഡിയത്തിൽ എത്തുന്നു, അപ്പം പ്രാക്ടീസ് ചെയ്യുന്നു, തിരിച്ചു പോകുന്നു. അപ്പോൾ അങ്ങനെ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഡിസിപ്ലിൻ എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും ദൂരെ നിന്ന് വരുന്നതാണ്. പിന്നെ നാട്ടിൽ അറിയപ്പെടുന്നവരാണ് അച്ഛനും വല്യച്ഛനായാലും മാമന്മാരൊക്കെ. അപ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാത്ത രീതിയിൽ, അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു ഫാമിലിയാണ് നാട്ടിൽ. അപ്പോൾ അതിൻ്റേതായ ഒരു സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണം പോകണം എന്നുള്ള നല്ല ബോധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒന്നും പറഞ്ഞ് ആരും ഒരു മുഖം കറപ്പിച്ചിട്ട് എന്നോട് പറയേണ്ട ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടില്ലായിരുന്നു. വെരി നൈസ്, വെരി നൈസ്. ഓക്കെ, സോ നമ്മൾ ചെറുപ്പകാലങ്ങളിൽ നിന്ന് ഫുട്ബോൾ കളിച്ച് ആ ഒരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഏത് പോയിന്റിലാണ് തോന്നിയത് ഓക്കെ ഇത് ഫുട്ബോൾ മാത്രമല്ല, ഇതെന്റെ ജീവനാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു പാഷനാണ്, എൻ്റെ ലൈഫായി മാറി എന്ന് തുടങ്ങിയത് ഏത് പോയിന്റിലാണ്? സത്യം പറഞ്ഞാൽ ഞാൻ ഡിഗ്രിക്ക് ഗവൺമെൻറ് കൃഷ്ണമേനോൻ കോളേജിൽ ഡിഗ്രി കഴിഞ്ഞു. തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ PGക്ക് ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്ത സമയത്ത് നാഷണൽ ഗെയിംസ് ക്യാമ്പിലായിരുന്നു. അത് കഴിഞ്ഞ് നാഷണൽ ഗെയിംസ് കളിച്ചു. അപ്പം കണ്ടിന്യൂസ് നാഷണൽ ഗെയിംസും കളിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് എന്നാൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ജോയിൻ ചെയ്യുക, പിന്നെയും കളിക്കുക എന്നുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ ജോയിൻ ചെയ്യാന്നുള്ള ഒരു താല്പര്യം വരുന്നു. അങ്ങനെ കാലിക്കറ്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ മാസ്റ്റർ ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ജോയിൻ ചെയ്യുന്നു യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ. ഫിലിം എടുത്തിട്ടുണ്ട്. അങ്ങനെ മാസ്റ്റർ ഡിഗ്രി കഴിഞ്ഞു. ആ സമയത്തൊക്കെ കളിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് MPhil കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലാണ് ചെയ്തത്. ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ എന്ന് വെച്ചാൽ എൻ്റെ ഒരു ക്ലാസ്മേറ്റ് തന്നെയാണ് എന്നോട് പറയുന്നത്, ഈ കോച്ചിങ് കോഴ്സിന് NAS എന്ന് പറഞ്ഞ അവിടെ കോച്ചാവാം. അപ്പോൾ കോച്ചിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഒന്നും അത്രയും അറിയൊന്നുമില്ല, പക്ഷെ എന്നാലും അതൊന്ന് പഠിക്കുക. അങ്ങനെ പട്യാലയിലേക്ക് അങ്ങനെയാണ് NAS കോച്ചിങ് കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അങ്ങനെ 1 വർഷത്തെ പട്യാലയിലെ കോഴ്സ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ
ഓക്കെ എന്നുള്ള ഒരു കുറച്ചുകൂടെ ഫിറ്റ്നസ്സായി, കളീനെ കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങളായി. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ കേരളത്തിന് വേണ്ടി കളിച്ച് 2009 വരെ കേരളത്തിന് വേണ്ടിയിട്ട് കളിച്ചു. 9 ക്യാപ്റ്റൻ ആയിരുന്നു, കേരള ക്യാപ്റ്റനായി. 2010 കറക്റ്റ് സീനിയർ മീൻസ് ഇന്ത്യൻ ടീമിലേക്ക് പോകുന്നത്, ഇന്ത്യൻ ക്യാമ്പുകളിലേക്ക് പോകുന്നത്. അതിനു മുന്നേ 2007 ഞാൻ ഈ AFCയുടെ സി ലൈസൻസ് കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ കോച്ചിങ്ങിലേക്ക് കുറച്ചുകൂടെ നമ്മളിങ്ങനെ പഠിച്ച് വരുവാണ്. അപ്പോൾ ആ സി ലൈസൻസ് കഴിഞ്ഞതിന് ശേഷമുള്ള ഓരോ ക്യാമ്പില്ലേ, ഞാൻ പ്ലെയറായിട്ട് കളിക്കുമ്പോൾ അപ്പോഴും നമ്മൾ കുറച്ചൊക്കെ കാര്യങ്ങൾ കോച്ചസ് പറയുന്ന ഒന്നുകൂടെ നമുക്ക് മനസ്സിലാവാൻ തുടങ്ങി. Yes. Coach. സി ലൈസൻസ് ആൻഡ് NIS കംപ്ലീറ്റ് ചെയ്ത് അപ്പം നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ അതിനോട് താല്പര്യം. അപ്പം സാറൊക്കെ തരുന്ന ഡ്രില്ലുകളൊക്കെ നമ്മൾ നോട്ട് ചെയ്യാൻ തുടങ്ങി. ഡയറി ഒക്കെ എഴുതുന്ന സ്വഭാവം ചെറുപ്പത്തിലേ ഉണ്ട്. അപ്പം ഡയറിയിൽ നിന്നൊക്കെ മാറി പിന്നെ ഇതൊക്കെ ആയി കുറച്ചുകൂടെ. അങ്ങനെയൊക്കെ ഉള്ളതായി. പിന്നെ 2010 ഒരു ഓൾ ഇന്ത്യ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തായിരുന്നു, കോച്ചസിൻ്റെ, വുമൺ കോച്ചസിൻ്റെ. അത് കഴിഞ്ഞ് എനിക്ക് ഒരു ഇൻവിറ്റേഷൻ ഇതാണ് ഇനി ഒരു പുറമ്പോക്കില്ല. അല്ല, അങ്ങനെയാവുമ്പോഴേ നമുക്കൊരു ഇൻവിറ്റേഷൻ വന്നു. പിന്നെ ആദ്യമായിട്ട് Under-14 ഇന്ത്യൻ ടീമിൻ്റെ അസിസ്റ്റൻറ്റ് കോച്ചായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഞാൻ ആ സമയത്ത് ഞാൻ പഠിച്ച കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഗസ്റ്റ് ലെക്ചറായിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ ജോലി മാനേജ് ചെയ്യുന്നുണ്ട്, ജോലി കോച്ചിങ് ഉണ്ട്, Yes. പഠിത്തമുണ്ട്, ഗെയിംസ് ഉണ്ട്. എങ്ങനെ സാധിക്കുന്നു? 2007 MPhil കഴിഞ്ഞ ഉടനെ തന്നെ കാലിക്കറ്റിൽ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തു. അതും ഒരു രസമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ജോലി ചെയ്തുകൊണ്ട് അവിടുന്ന് അന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡയറക്ടർ കളിക്കാനും വിട്ടു. അത് ആ 2 വർഷം എന്ന് വെച്ചാൽ 2007, 8, 9 വരെ ഞാൻ കളിച്ചു. ചില കമൻസ് ഒക്കെ ഇങ്ങനെ ടീച്ചർ അല്ലെങ്കിൽ ഇവിടെ ലെക്ചറായിട്ട് കളിക്കാനും പോകുന്നത്, ആരാ കോച്ച്, ആരാ സ്റ്റുഡൻ്റ് എന്നൊക്കെ പറയും. പക്ഷെ അത് വലിയൊരു അനുഗ്രഹമായി. കാരണം അങ്ങനെ കണ്ടിന്യൂസ് കളിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് ഗവൺമെൻറ് ജോബിലിരിക്കുന്നത്. ചിലപ്പോൾ അന്ന് അങ്ങനെ വിട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ വേറെ ഏതെങ്കിലും ഒരു പിന്നെ ഗവൺമെൻറ് ജോബിൽ ഇപ്പം സ്വന്തം ഡിസ്ട്രിക്റ്റിൽ ഇരിക്കില്ലായിരുന്നു. അങ്ങനെ ഒരു കാര്യം. അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ഗവൺമെന്റ് ജോബ്, കാരണം എപ്പോഴും പല പോസ്റ്റിംഗ് ആയിട്ട്, പക്ഷെ സ്വന്തം ഡിസ്ട്രിക്ട് അതെ, ഫാമിലിയുടെ കൂടെ കൂടെ ഇരിക്കാൻ വേണ്ടി അങ്ങനെ അതൊരു വലിയൊരു ഇതായി. ഭാഗ്യമാണ്. Yes, yes. റൈറ്റ്. ഇപ്പൊ 1997 ആണ് ആദ്യം പ്ലേ ചെയ്ത് തുടങ്ങിയത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആ സമയത്തുള്ള സ്ത്രീകൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവായിരുന്നു, റൈറ്റ്? അങ്ങനെയായിരുന്നോ? ഇന്നത്തെ പ്ലെയേഴ്സിനെയും അന്നും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ടൂർണമെൻറ്റുകൾ കുറവായിരുന്നു. അത് നമുക്ക് എടുത്തു പറയാം. പിന്നെ നമ്മൾ കേരള ടീമിൻ്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ അന്നത്തെ ടീമിൻ്റെ ഇതും ഇന്നത്തെ എടുക്കുകയാണെങ്കിൽ നമ്മൾ അന്ന് എല്ലായ്പ്പോഴും പൊസിഷൻ ഉണ്ടായിരുന്നു. സെമി ഫൈനലിസ്റ്റ് ആയിരുന്നു, സെക്കൻഡ് പൊസിഷൻ അല്ലെങ്കിൽ തേർഡ് പൊസിഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതില്ല. ഇന്ന് ക്വാർട്ടർ ഫൈനലിൽ കേരള ടീം കാണുന്നില്ല. 2006 ആണ് ഏറ്റവും ലാസ്റ്റ് പിന്നെ കേരള റണ്ണറപ്പ് ആയത്. 2007 അപ്പോൾ റണ്ണറപ്പായി. നമ്മൾ നെക്സ്റ്റ് നാഷണൽ ഗെയിംസിന് നമ്മൾ റണ്ണറപ്പ്, അടുത്തതിൽ നമ്മൾ ജയിക്കും, അങ്ങനെയൊക്കെ ഇല്ല ആ ഒരു ഇതിലാണ് നമ്മൾ പോകുന്നത്. 2007 ഗുവാഹട്ടിയിൽ വെച്ച് നടന്ന നാഷണൽ ഗെയിംസ്. പക്ഷേ നമ്മൾ ആ കളിയിൽ തോറ്റു. നമ്മൾ ക്വാർട്ടർ കണ്ടിട്ടില്ല, അന്ന് കണ്ടിട്ടില്ല. പിന്നെ അതിനുശേഷം ഇന്നും കണ്ടിട്ടില്ല. എത്ര വർഷമായി. പിന്നെ അതിനുശേഷം നമ്മളൊരു കളി കളിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ 2015 കേരളത്തിൽ വെച്ച് നടന്ന നാഷണൽ ഗെയിംസിൽ ഇവിടെ സെമി ഫൈനൽ കളിച്ചിട്ടുണ്ട് എന്നല്ലാതെ നമ്മൾക്ക് എടുത്തു പറയാനുള്ള വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ചാൻസ് ഇല്ലേന്ന് ചോദിച്ചാൽ കൂടുതൽ മാച്ചസ് ഇപ്പോൾ കിട്ടുന്നുണ്ട്. പക്ഷെ അതുപോലെ തന്നെ മറ്റ് സ്റ്റേറ്റുകളൊക്കെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. എക്സാക്ട്ലി, അതായിരുന്നു എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ. ആ കുട്ടി 1997 ആ ഒരു കുട്ടി ഇപ്പോൾ 2025 കളിക്കാൻ ഇറങ്ങുകയാണ്. ആ ഒരു 1997 കുട്ടി ഇപ്പോൾ വന്ന് കാണുമ്പോഴത്തേക്കും എന്തൊരു മാറ്റങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അപ്പൊ ആ കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന ആദ്യത്തെ ചിന്ത എന്തായിരിക്കും? ഗെയിം ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്, ഒരുപാട് ഫാസ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ടാക്റ്റിക്കലി എല്ലാം ഇപ്പോഴത്തെ കുട്ടികൾ നന്നായി ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ അന്ന് ഫുട്ബോൾ കളിച്ചിരുന്ന നമ്മളെ പോലെയുള്ളവരൊക്കെ ഫുട്ബോളിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു.
ഇപ്പം ഞാൻ പറഞ്ഞു സെവൻസ് ടൂർണമെൻറ്റുകളിലൊക്കെ നമ്മൾ പോയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് കേരള ടീമിന് വേണ്ടിയിട്ട് കളിക്കുന്ന മിക്ക കളിക്കാരികളും അന്ന് പല പല ടൂർണമെൻറ്റുകളിൽ ഇതുപോലെ കളിച്ചിരുന്നു. ഇന്ന് കുട്ടികൾ കോളേജിലെത്തുമ്പം പല ഗെയിമുകളിലേക്കായിട്ട് അവർ ഡൈവേർട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഇനി അതല്ല പ്രൊഫഷണലി ക്ലബിലാണ് സൈൻ ചെയ്ത കുട്ടികളാണെങ്കിൽ പോലും പ്രൊഫഷണൽ പ്ലെയേഴ്സ് ആണെന്ന് പറഞ്ഞാലും അവരെത്രമാത്രം ഡെഡിക്കേറ്റഡ് ആണെന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് വരുന്നുണ്ട്. കംപ്ലീറ്റ്ലി അവർക്ക് അതിൽ compared to our time. യെസ്, അങ്ങനെയുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു വ്യത്യാസം, കാരണം ജനറേഷൻ്റെ ചേഞ്ച് ഇതിലും കാണാനുണ്ട്. ഇപ്പം നമ്മൾ മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാകുന്ന ചേഞ്ചസ് ഇതിലും ഉണ്ട്. ലൈക്ക് ഓപ്ഷൻസ് ഒരുപാട് കൂടി എനിക്ക് തോന്നുന്നു ഇപ്പോഴല്ലേ. എന്നാൽ ഇത്രയും ഒരു യുനോ ഇത്രയും വർഷങ്ങളായിട്ട് ഈ ഒരു ഫീൽഡിലുണ്ട്. എനിക്കിപ്പോൾ പ്രിയയുടെ പേഴ്സണൽ ഫിറ്റ്നസ്സിലേക്കാണ് വരാനുള്ളത്. കാരണം ഇപ്പോൾ ടിപ്പിക്കലി ഈ ലൈക്ക് കണ്ടിന്യൂസ്ലി അത്ലറ്റിക് റെഡി അല്ലെങ്കിൽ സ്പോർട്ട് റെഡി ആയിരിക്കാൻ കോച്ച് പോലെ പ്ലെയർ പോലെ തന്നെ കോച്ച് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കഴിക്കാറുള്ളത്? ഐ വോണ്ട് ടു നോ. കാരണം എത്രയോ സ്ത്രീകൾ മാത്രമല്ല, എത്രയോ ആൾക്കാർ തന്നെ ഫിറ്റ് ആയി ഇരിക്കാനായിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, റൈറ്റ്? ബിക്കോസ് ഇപ്പോൾ ഫുഡിന്റെ ഓപ്ഷൻസ് കൂടി. ആൻഡ് എന്ത് കഴിച്ചാലും കുറെ ആൾക്കാർ തൊട്ട് വെള്ളം കുടിച്ചാൽ പോലും തടി വെക്കുന്ന എന്നുള്ളൊരു കോമന്റ് വരാറുണ്ട്. പക്ഷെ ഹൗ ആർ യു മെയിൻറ്റെയിനിങ്? വാട്ട് ഡു യു ഈറ്റ്? നമുക്ക് എല്ലാ ഭക്ഷണവും കഴിക്കാം, പക്ഷെ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ. ഞാൻ ഡയറ്റ് ഒന്നും എടുക്കാറേ ഇല്ല, എനിക്ക് അറിയില്ല അങ്ങനെ എന്താ ഡയറ്റ് എന്നൊന്നും. പക്ഷെ നോർമലി ഓയിൽ ഫുഡ് ഒരുപാട് കഴിക്കാറില്ല, ഒരുപാട് സ്വീറ്റ്സ് ഒന്നും കഴിക്കാറില്ല. ഇഷ്ടമൊക്കെ തന്നെയാണ്, പക്ഷെ അങ്ങനെ അധികം ഭയങ്കര ഇഷ്ടമൊന്നുമില്ല. അങ്ങനെ അങ്ങനെയൊക്കെ അല്ലാതെ പ്രത്യേക ഒരു ഡയറ്റ് ഒന്നുമില്ല. അപ്പൊ വർക്കൗട്ട് ചെയ്യണമെന്ന് വെച്ചാൽ എന്താണ് വർക്കൗട്ട് റൂട്ടീൻ? ഇപ്പോൾ വർക്കൗട്ട് നമ്മൾ സാധാരണ, ഞാനിപ്പം നാട്ടിലാണെങ്കിൽ കുട്ടികളുടെ കൂടെ നമ്മൾ അത് ചെയ്യും. അപ്പം നമുക്ക് കോച്ചിങ് ചെയ്യുമ്പം അതിന് സമയം കിട്ടൂല. അപ്പം അത്യാവശ്യം വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ ചില ദിവസങ്ങളിൽ കണ്ടിന്യൂസ് റണ്ണിങ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും പറയാനില്ല. ഒരാൾക്ക് അഡ്വൈസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം സപ്പോസ് ഞാൻ ആരെങ്കിലും ഒന്ന് അഡ്വൈസ് ചെയ്യുകയാണെങ്കിൽ ഒരാളുടെ ഫിറ്റ്നസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് കാർഡിയോ ചെയ്യണം എന്നാണ്. എന്ന് വെച്ചാൽ യു ക്യാൻ വാക്കിങ്ങിന് പോവുക. എത്ര 45 മിനിറ്റ്സിനുള്ളിൽ അത്ര വരെ, അങ്ങനെ 45 to 1 hour അങ്ങനെ പോവുക. അതിനൊരു പേസ് ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ കംഫർട്ടബിൾ ആയ രീതിയിൽ നമുക്ക് വാക്കിങ്ങിന് പോവുക. സൈക്ലിംഗ് ആൻഡ് സ്വിമ്മിങ്, ഇതൊക്കെ ഒരു നല്ല എക്സസൈസാണ്. അപ്പോൾ അതിനുള്ള ഓപ്ഷൻ ഉള്ളവർക്ക്, ഇപ്പം സാധാരണ നാട്ടിൻപുറത്തുള്ള സ്ത്രീകളൊക്കെ ആണെങ്കിൽ അവർക്ക് വാക്കിംഗ് ആയിരിക്കും നല്ലത്. അപ്പോൾ വാക്കിങ്ങിന് പോകുന്ന സമയത്ത് കംഫർട്ടബിളായ ഷൂ, മീൻസ് ചപ്പലായിക്കോട്ടെ അല്ലെങ്കിൽ എന്താണ് ഷൂ ആയിക്കോട്ടെ, അത് കംഫർട്ടബിൾ ആയിട്ടുള്ള ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ സൈക്ലിംഗ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്കാണെങ്കിൽ ആ രീതിയിലുള്ള ചെയ്യാം. ഓക്കെ. പക്ഷെ ആൾക്കാർ ഇപ്പൊ കംപ്ലൈന്റ് ചെയ്യുന്ന ഏറ്റവും എനിക്കൊന്നൊരു സമയമില്ല എന്ന് പറയുന്നൊരു, അങ്ങനത്തെ ഒരാളുടെ അടുത്ത് എന്താണ് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കോച്ച് പറയാൻ പോകുന്നത്? അങ്ങനെ പറയുമ്പോൾ നമ്മൾക്ക് പറയാം, നമ്മളെ ബോഡിയെ സ്നേഹിക്കുക എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം നമ്മളെ ഒരു വണ്ടിയാണെങ്കിൽ നമ്മൾ പറയാം, അയ്യോ ഓയിൽ ചേഞ്ച് ചെയ്തിട്ടില്ല, ഇന്ന് ചെയ്തിട്ടില്ല, നമ്മൾ ഭയങ്കര കെയറിങ്ങാ. എന്നാൽ നമ്മുടെ പക്ഷെ നമ്മൾ അത് അത്രയും ശ്രദ്ധിക്കില്ല. അപ്പോൾ കുറച്ചൊക്കെ ഒരു ശ്രദ്ധ നമ്മൾ നന്നായിട്ട് കൊടുക്കണം. ഒരു 35 ഇയേഴ്സ് കഴിഞ്ഞാൽ 50-40 അതിൻ്റെ ഇടയിലാകുമ്പോൾ നമ്മൾ മസിൽ സ്ട്രെങ്ത് ഒക്കെ ഒരുപാട് കുറയാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, സ്ട്രെങ്ത് കൂട്ടുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ നമ്മുടെ സ്ട്രെങ്തനിങ് മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടിയിട്ട് മസിൽസിനൊക്കെ ഒന്ന് നല്ല രീതിയിൽ പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ടുള്ള എക്സസൈസൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പോൾ ഒരുപാട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് എക്സസൈസ് സാധാരണക്കാർക്കും അറിയാം. കാരണം ഇപ്പോൾ സുംബ ഡാൻസ് ഗവൺമെൻറ് തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ യോഗ വളരെ നല്ല ഒരു ഇതാണ്. പിന്നെ സ്ത്രീകൾക്കൊക്കെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന സാധാരണ ഒരു മാറ്റ് ഉണ്ടായാൽ മതി. അപ്പം ഞാൻ പലപ്പോഴും ചില പാരൻസിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ പറയും, നമ്മൾ നിസ്കരിക്കുന്ന ഒരു മാറ്റില്ലേ, അത് മാത്രം ഉണ്ടായാൽ മതി. ഒരുപാട് എക്സസൈസൊക്കെ വീട്ടിലിരുന്ന് ചെയ്യാം. ഏത് ബോഡി വെയിറ്റ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ നമ്മളെല്ലാ മസിൽസിനെ ഒന്ന് ആക്റ്റീവായിട്ട് ജസ്റ്റ് ഒന്ന് ആക്റ്റീവായിട്ട് വെക്കുക എന്നുള്ളതാണ്. പണ്ട് കാലത്ത് പിന്നെ സ്ത്രീകളൊക്കെ നല്ല പണിയൊക്കെ വീട്ടിൽ ചെയ്യുമായിരുന്നില്ലേ. ഇപ്പം എല്ലാം മിഷനറീസ് ആണ്. അപ്പം നമ്മൾ കാലഘട്ടത്തിനനുസരിച്ച് മാറുമ്പോൾ നമ്മൾക്ക് അങ്ങനെയുള്ള എല്ലാം വേണം. അപ്പം നമ്മൾ ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും പിന്നെ ഈ എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് പറയാമെന്ന് പറഞ്ഞാൽ വെറും ബോഡി മെയിൻ്റെനൻസ് അല്ല,
അതിൽ മെൻ്റലി നമ്മൾ റിലാക്സ് ആവും, Yes. മെൻ്റലി സ്ട്രെങ്ത് വരും, അതുപോലെ മൈൻഡ് സ്ട്രോങ് ആവും. നമ്മൾ പറയില്ലേ മെൻ്റൽ ടഫ്നെസ് എന്ന് പറയുന്ന അതായത് കാര്യം. എന്റെ അടുത്ത ചോദ്യം നമ്മുടെ ബോഡിനെ കുറിച്ച് സംസാരിച്ചു. കാരണം ഫിസിക്കൽ ഫിറ്റ്നസിന്റെ ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് മെന്റൽ ഫിറ്റ്നസ്, എസ്പെഷ്യലി ഒരു ആത്ലീറ്റ് ആകുമ്പോൾ. കാരണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ഒരു ഡ്രിൽസ് തന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ ഓക്കെ നമ്മുടെ മൈൻഡ് നമ്മൾ എപ്പോഴും പറഞ്ഞ് കബളിപ്പിക്കാറുണ്ട്, അതായത് ഓക്കെ മതി ടയേർഡായി. പക്ഷെ ആ ടയേർഡായി എന്ന് പറയുന്ന മൈൻഡിനെ തന്നെ നമ്മൾ കൺവിൻസ് ചെയ്യണം. ജോക്കിംഗ്, നീ ടയേർഡ് അല്ല, നിനക്ക് തോന്നുന്നേ അത് കീപ് ഗോയിങ് Yes. അല്ലെ. ആ ഒരു മെന്റൽ ടഫ്നെസ്സും കൂടെ നമ്മൾ എങ്ങനെ കൊണ്ടുവരും? അത് നമ്മൾ ഇപ്പൊ പറഞ്ഞ നമ്മൾ ഇതിലാണ് നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആവുക എന്ന് പറയും. നമ്മൾ ഒരാളെ ഇപ്പം നമ്മൾക്ക് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ നല്ല എളുപ്പമാണ്, വെറുതെ ഒന്ന് കൈയടിച്ചാൽ. അപ്പോൾ നമ്മൾ നമ്മളിലേക്ക് തന്നെ ഒന്ന് കൂടെ നോക്കുക, നമ്മൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലീൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയാവാൻ പറ്റുമോ. ചിലപ്പോൾ ചില പിന്നെ പേരൻസൊക്കെ കുട്ടികൾക്ക് മാതൃകയായിട്ടൊക്കെ ചെയ്യും, അവരെ പേരൻസിനെ കണ്ടിട്ടാണ് അവരും കൂടെ ചെയ്യുക. അപ്പോൾ എക്സസൈസ് എന്നുള്ളത് ഒരു പാട്ടാണ്, കാരണം അത് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ എക്സസൈസും വേണം, അതേപോലെ തന്നെയാണ് റെസ്റ്റ്, റിക്കവറി. ഇപ്പം നവഡേസ് എല്ലാവരും ഇല്ലേ ഒരുപാട് രാത്രിയായിട്ട് ഉറങ്ങുക, അല്ലെങ്കിൽ നമ്മൾ മൊബൈലൊക്കെ ഒരുപാട് നേരം അങ്ങനെ ഇതാക്കുക, അങ്ങനെ ഉണ്ടാകുമ്പോൾ രാവിലെ എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ട് വരിക. അങ്ങനെ എല്ലാം കൂടെ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്, അവനവൻ്റെ വർക്ക് എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ ചെയ്യാൻ മടിയുള്ളവർക്ക് ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അവനവനെ തന്നെ സെൽഫ് ടോക്ക്. അതെ, കോച്ചാണ് പറയുന്നത്. ഓക്കെ, നാഷണൽ ലെവൽ കോച്ചാണ് പറയുന്നത്, നിങ്ങളത് സീരിയസ് ആയിട്ട് കേൾക്കണം. എന്നാൽ ഇപ്പോൾ കുട്ടികളുടെ അടുത്ത് ലൈക്ക് ഇപ്പോൾ ചിലപ്പോൾ കുറച്ച് ഭയങ്കര കുഞ്ഞു കുട്ടികളെ കൂടെയാണ് ട്രെയിൻ ചെയ്യുന്നത്. അവർ ഈ മടിയും പിടിച്ച് രാവിലെ ബാഗും തൂക്കി അങ്ങോട്ട് വരുമ്പോഴത്തേക്കും യാതൊരു മോട്ടിവേഷൻ ചില സമയത്ത് ചില കുട്ടികൾക്ക് ഉണ്ടാവില്ല. ആ ഒരു പോയിന്റില് എന്താണ് കോച്ച് മാഡം പറയുന്നത്? ഗ്രാസ് റൂട്ട് ലെവലിലാണ് നമ്മൾ കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്നത്. ഗ്രാസ് റൂട്ട് ലെവൽ കുട്ടികളാണ് ഹാൻഡിൽ ചെയ്യുന്നതെങ്കിൽ ഓൺലി ഫൺ റിലേറ്റഡ് ആയിട്ടുള്ള എക്സസൈസ് അവർക്ക് കൊടുക്കണം. കാരണം അവർക്ക് കളിക്കുകയാണ് വേണ്ടത്, അല്ലാതെ നമ്മൾ സ്കില്ല് അത് തന്നെ ആവുമ്പോൾ ത്രൂ ഫൺ ഗെയിംസ് നമ്മൾ അവരുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യണം. അവരറിയാതെ നമ്മളിപ്പോൾ ഒരാളെ അക്ഷരം പഠിപ്പിക്കുന്നത് നമ്മൾ പറയില്ലേ അങ്ങനെ പഠിച്ചോളൂ. അപ്പോൾ അതുപോലെ ഓരോ കാര്യങ്ങളും ആൽഫബറ്റ്, എന്താണ് ആൽഫബറ്റ്, അതാണ് നമ്മുടെ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ മോഡേൺ ഫുട്ബോളിലൊക്കെ നമ്മളൊരു 14 ഇയേഴ്സ് ആകുമ്പോഴേക്ക് ടെക്നിക്കൽ മാസ്റ്റർ ആവണമെന്നാണ് പറയുന്നത്. ദെൻ അവർ ടൂർണമെൻറ്റിൽ പോവുക, അപ്പോഴാണ് അവർക്കുള്ള ഡെവലപ്മെൻറ്റ് വരിക, ടാക്റ്റിക്കൽ പിന്നെ നോളജ് വരിക, അവരെങ്ങനെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ ഓട്ടോമാറ്റിക്കലി അത് ഡെവലപ്പായി വരും. അപ്പോൾ നമ്മൾക്ക് ചെറിയ കുട്ടികളെ കൊണ്ടുവരണമെങ്കിൽ അവർക്ക് ഫൺ റിലേറ്റഡ് ആയിട്ടുള്ള ഇത് കൊണ്ടുവരിക. ദെൻ ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പ്ലേയിങ് ടൈം, ഈക്വൽ പ്ലേയിങ് ടൈം കൊടുക്കണം എല്ലാവർക്കും. മൊബൈലിൽ നിന്ന് മാറി ആക്ച്വൽ പുറത്ത് വെയിലത്ത് ഇറങ്ങുക, മണ്ണിൽ കളിക്കുക, ആക്ച്വൽ ടൈം. ടൈം. അതുപോലെ കളിക്കാൻ വരുന്ന കുട്ടികൾ ചില സമയത്ത് പിന്നെ സാധാരണ കാണുന്ന ഒരു ഇതുണ്ട്, കുട്ടികൾക്ക് ഇപ്പം കോച്ചിങ് ക്യാമ്പിൽ പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ട് നന്നായി കളിക്കുന്ന കുട്ടികൾക്ക് മാത്രം അവസരം കൊടുക്കും, അവർക്ക് കൂടുതൽ സമയം കൊടുക്കുക, മറ്റുള്ള കുട്ടികൾക്ക് കുറച്ച് മാറ്റി നിർത്തുക. അത് പാടില്ല. ഗ്രാസ് റൂട്ട് ലെവലിലെ കുട്ടികൾക്ക് എല്ലാവർക്കും നന്നായി കളിച്ചാലും കളിച്ചില്ലെങ്കിലും അവർക്ക് കളിൻ്റെ സമയം ഈക്വലായിട്ട് കൊടുക്കണം. അപ്പോഴേ അവർ ഇമ്പ്രൂവ് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് ആവുക. എല്ലാവരും പ്രൊഫഷണൽ പ്ലെയേഴ്സ് ആവണമെന്നില്ല. അവർക്ക് അതിലൂടെ കിട്ടുന്നത് എന്താ വെച്ചാൽ, ഒരു കോച്ചിങ് ക്യാമ്പിലേക്ക് ഒരു പാരൻ്റ് കുട്ടീനെ അയക്കുക എന്ന് പറയുന്നത് തന്നെ ആ കുട്ടിയെ അവരുടെ ഡിസിഷൻ മേക്കിങ്ങിന്, അല്ലെങ്കിൽ അവരുടെ സ്വഭാവ രൂപീകരണത്തിന്, ഒരു സമൂഹത്തിന് ഉതകുന്ന ഒരു വ്യക്തിയായിട്ട് അവരെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡോർ ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ അവന് അറിയാം എവിടെ പാസ് കൊടുക്കണം, എങ്ങനെ പാസ് കൊടുക്കണം, എപ്പോൾ കൊടുക്കണ്ട, അല്ലെങ്കിൽ എത്ര ഫോഴ്സിൽ കൊടുക്കണം. ഇതാണ് അവൻ ജീവിതത്തിലും ചെയ്യുക. ഡിസിഷൻ മേക്കിംഗ്, വെൻ, വെയർ, ഹൗ ടു പാസ് ദ ബോൾ. അപ്പോൾ ആ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ അഭിരുചി എന്താണെന്ന് അവൻ തിരിച്ചറിയണം. ദെൻ ദ നെക്സ്റ്റ് സോഷ്യൽ ഹെൽത്ത്. നമ്മൾ പറയില്ലേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹെൽത്ത് ഉണ്ട് നമുക്ക്, ഇല്ലേ? മെൻ്റൽ ഹെൽത്ത് ഉണ്ട്, ഫിസിക്കൽ ഹെൽത്ത് ഉണ്ട്, ആൻഡ് സോഷ്യൽ, ഇമോഷണൽ. അപ്പോൾ ഈ സോഷ്യൽ ഹെൽത്ത് ഡെവലപ്പ് ചെയ്യാൻ പുറത്തിറക്കാതെ വീട്ടിലിരുത്തിക്കൊണ്ട് ഒരു പേരൻറ്റിനും അവനവൻ്റെ കുട്ടികൾക്ക് ഈ ഹെൽത്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ പുറത്ത് വിടണം, കളിക്കാൻ വിടുക.
ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് പറഞ്ഞത്. കാരണം നമുക്കിവിടെ ഷീല ആൻറ്റി ഉണ്ടായിരുന്നു, ഓണർ ഓഫ് വി സ്റ്റാർ. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞ ഇത്രയൊരു കാര്യം, കുട്ടികൾ പുറത്തിറങ്ങി കളിക്കണം, കുട്ടികൾക്ക് അവരുടേതായ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ഡെവലപ്മെന്റ് വേണം. ഈ ഒരു കാര്യം നമ്മൾ മാതാപിതാക്കൾ അല്ലെങ്കിൽ പേരൻസ് ചെറുപ്രായത്തിൽ തന്നെ ഡെവലപ്പ് ചെയ്യണം. എന്നാൽ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നമുക്ക് ആവശ്യമുള്ളത്, കുട്ടികൾ കളിക്കാൻ വരുമ്പോൾ, കളിക്കാൻ വിടുന്നത് മാത്രമല്ല, കളിക്കാൻ വരുമ്പോൾ പേരൻസും സ്റ്റേഡിയത്തിലേക്ക് ഇറങ്ങണം, അല്ലെങ്കിൽ പേരൻസും അവരുടെ മാച്ചസ് കാണാൻ വരണം. എന്നാൽ പേരൻസും ഇനി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ പ്ലേയേഴ്സ് ആണെങ്കിൽ തന്നെ, സൂപ്പർ ലീഗ് കേരളയുടെ പ്ലേയേഴ്സ് ആണെങ്കിൽ നമ്മളിപ്പോൾ പുറത്തേക്കുള്ള ഒരു കാര്യം ആൾക്കാരോട് പറയുകയാണ്. അതായത് പെണ്ണുങ്ങളും സിസ്റ്റേഴ്സും മദേഴ്സും പിള്ളേരും എല്ലാവരും സ്റ്റേഡിയത്തിലേക്ക് കളി കാണാൻ വരും. എന്നാലേ അതൊരു, കാരണം പുറത്തൊക്കെ ആണെങ്കിൽ ഇന്റർനാഷണലി ഐ എം ഷുവർ യു നോ റൈറ്റ്, ഫുൾ ഫാമിലി ആയിട്ട് ഒരു ആഘോഷം പോലെയാണ് വരുന്നത്. ഇറ്റ്സ് എ ഫെസ്റ്റിവൽ. ഇവിടെ ആണെങ്കിൽ കൂടുതലായിട്ട് ആൺകുട്ടികളാണ് വരുന്നത്. ആ ഒരു മാറ്റം നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? കൂടുതൽ പേരൻസ് വന്ന സ്റ്റേഡിയത്തിലേക്ക് ഇറങ്ങാം എന്ന് പറ്റുന്ന ഒരു മാറ്റം. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്, നമ്മൾ സ്വീഡനിൽ ഒരു മാച്ച് കാണാൻ പോയിരുന്നു. ക്ലബ് മാച്ചായിരുന്നു. ഓക്കെ, അവിടുത്തെ ഫേമസ് ആയ 2 ക്ലബ്ബുകളുടെ മാച്ച്. അത് കാണാൻ പോയപ്പോൾ ഞാനിങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. ഞാൻ മാത്രമല്ല, നമ്മളെ ഇന്ത്യൻ ടീമാണ്, സീനിയർ ടീമിൻ്റെ ഒരു മാച്ച് സ്വീഡനിലുണ്ടായ സമയത്ത് 2022. ഓക്കെ, നമ്മൾ അവിടെ ഇങ്ങനെ നോക്കിക്കുക. കാരണം എന്താ വെച്ചാൽ ഓൾ ഫാമിലിയാണ് വരുന്നത്. അവർ നമ്മളെ ഇവിടെ പൂരത്തിനൊക്കെ അല്ലെങ്കിൽ ഉത്സവത്തിനൊക്കെ പോകുന്നത് പോലെ അല്ല, ആ ഒരു ലാഘവത്തോടെ കുറേ ഫുഡായിട്ടും അതൊക്കെ ആയിട്ട് ബാൻഡും പ്ലക്കാർഡും അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷത്തോടെ അവരുടെ വീക്കെൻഡുകൾ ചിലവഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നു. അതൊരു കൾച്ചറാണ്. ആ ഒരു കൾച്ചർ നമ്മൾക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ടൈം എടുക്കും. പക്ഷേ അതിന് വേണ്ട, ഇപ്പം നമ്മൾ പറഞ്ഞു ലേഡീസ് അല്ലെങ്കിൽ ഫാമിലി ഒരു കളിസ്ഥലങ്ങളിൽ വന്നിട്ട് നമ്മൾ സ്വീകരണ മുറിയിൽ ഇരുന്നു കൊണ്ടല്ലാതെ കളിസ്ഥലങ്ങളിൽ വന്ന് കളി കാണുന്ന ഒരു കൾച്ചർ, അത് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ടൂർണമെൻറ്റുകളിൽ ഇപ്പോൾ പെൺകുട്ടികളുടെ ടൂർണമെൻറ്റ് അല്ലെങ്കിൽ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള കുട്ടികളുടെ ടൂർണമെൻറ്റുകൾ എത്രത്തോളം കേരളത്തിൽ നടക്കുന്നുണ്ട്? നമ്മൾ കേരളം എടുക്കുകയാണെങ്കിൽ വളരെ കുറവാണ്. അപ്പോൾ പെൺകുട്ടികളുടെ ടൂർണമെൻറ്റുകൾ കൂട്ടണം. അത് കാണാൻ വേണ്ടി ആൾക്കാരെ വെളിയിലേക്ക് ഇറക്കണം. ഒരു പരിധി വരെ ഇറങ്ങും. ആ ഒരു കൾച്ചർ വന്നാൽ മാത്രമാണ് വീണ്ടും വീണ്ടും ആൾക്കാർക്ക് ആ ഒരു ഹാബിറ്റായിട്ട് വരും. അല്ലെങ്കിൽ അതിൻ്റെ ഒരു കളിക്കളത്തിൽ നിന്ന് കളി കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിഫറൻസ്, എക്സൈറ്റിങ്, അത് ഫീൽ ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സിലാവൂ. ഒരു സ്കൂളിൽ ഒരു കുട്ടി കളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫീല് എന്താണ്, അല്ലെങ്കിൽ അവരുടെ സഹപാഠികൾ കാണുമ്പോൾ, അവർ എൻജോയ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവരതിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ, അവിടെയാണ് ഇത് ഡെവലപ്പ് ചെയ്യേണ്ടത്. തോൽക്കാനും പഠിക്കുന്നു. യെസ്. അപ്പോൾ അവിടെ കുട്ടികൾ സപ്പോർട്ട് ചെയ്യാനും പഠിക്കുന്നു, കാണുന്നു, എൻജോയ് ചെയ്യുന്നു. ഈ കൾച്ചറാണ് മെല്ലെ 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 നമുക്ക് പേരൻസിലേക്ക് കൊണ്ടുവരാൻ പറ്റും. കാരണം ഇതൊരു ഫുട്ബോൾ ഒരു ജ്വരം, അത് നമ്മുടെ പേരൻസിലേക്ക് എത്തിക്കാൻ പറ്റും. പേരൻസ് വഴി നമുക്ക് സമൂഹത്തിലേക്ക് അത് വളരെ നല്ല രീതിയിൽ ഒരു ഫുട്ബോളിൻ്റെ ഒരു ആവേശം കൊണ്ടുവരാൻ പറ്റും. അത് കൊണ്ടുവന്നാൽ മാത്രമാണ് സ്റ്റേഡിയത്തിലേക്ക് ഫാമിലി വരിക. ഇപ്പം സ്റ്റേഡിയത്തിലേക്ക് വരുന്നത് എല്ലാവരും ഒറ്റക്കാ, ഫാമിലീനെ കൂട്ടുന്നില്ല. എനിക്ക് കളിയാണ്. ആ മാറ്റം വരണമെങ്കിൽ ഇത് നമ്മൾ സ്കൂൾ തലത്തിൽ നിന്നേ തുടങ്ങിക്കൊണ്ടുവരണം. കാരണം ഇപ്പം നമ്മൾക്കറിയാം, സ്കൂൾ തലങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങളിലും സ്കൂളിലൊന്നും സ്വന്തം കളിസ്ഥലങ്ങളില്ല. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ അടുത്ത ഏതെങ്കിലും ഒരു സ്ഥലങ്ങളിൽ പോയിട്ട് അവർ സ്കൂൾ സ്പോർട്സ് നടത്തുന്ന അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങൾ നഗരങ്ങളിലെ സ്കൂളുകളിലൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ എന്താ സംഭവം വെച്ചാൽ അതും സോഷ്യലായിട്ട് മറ്റേ സമൂഹവുമായിട്ട് എത്രമാത്രം ലിങ്ക് ആവുന്നുണ്ട് അത് വളരെ കുറവാണ്. എല്ലാവർക്കും തിരക്കാണ്. അപ്പോൾ ആ തിരക്കിൻ്റെ ഉള്ളിൽ നിന്ന് കൊണ്ട് നമ്മൾക്ക് ഇങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾക്ക് ഇതാണ് എയിം ചെയ്യുന്നത് എങ്കിൽ കൾച്ചർ വരണം നമ്മൾക്ക്. അപ്പോൾ പ്രിയ അസിസ്റ്റന്റ് കോച്ചാണ് ഫോർ ദ ഇന്ത്യൻ നാഷണൽ വിമൻസ് ഫുട്ബോൾ ടീം. അത് തന്നെ വലിയൊരു പ്രൗഡാകാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്നാൽ പ്രിയയുടെ എക്സ്പീരിയൻസിൽ ഒരു ബ്യൂട്ടിഫുൾ ടീമാണ് ഇപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് അച്ചീവ്മെന്റ്സ് ഉള്ള ഒരു ടീമാണ്. ആ ടീമിനെ കുറിച്ച് ഹൗ മച്ച് ആർ യു പ്രൗഡ് ഓഫ് ദം ആസ് എ കോച്ച്? ആസ് എ കോച്ച് എനിക്ക് ഭയങ്കര സന്തോഷമാണ്, നമുക്ക് അഭിമാനമുണ്ട്. കാരണം ഇപ്പോൾ ഈ കുറച്ച് കാലങ്ങളായിട്ട് എന്ന് വെച്ചാൽ കൊറോണയ്ക്ക് ശേഷം 2022 ഇന്ത്യയിൽ തന്നെ വെച്ചിട്ട് AFC നടന്നിരുന്നു.
അതിൽ നമ്മൾക്ക് ഹോസ്റ്റിംഗ് കൺട്രി ആയതുകൊണ്ട് മാത്രമാണ് എൻട്രി കിട്ടിയത്. അന്ന് ഇന്നത്തേതിലും നല്ല ടീമും ഉണ്ടായിരുന്നു. പക്ഷേ ഒരു നിർഭാഗ്യവശാൽ നമ്മൾക്ക് 6-7 പ്ലെയേഴ്സിന് കൊറോണ വന്ന് നമ്മൾക്ക് പിന്നീട് എല്ലാവർക്കും കൊറോണ വന്ന് ഔട്ടാവുകയായിരുന്നു. അന്നും നമ്മൾ ഒരുപാട് ഇന്ത്യൻ ആരാധകർ, ഇന്ത്യൻ വുമൺ ഫുട്ബോൾ ആരാധകർ കാത്തു നിന്ന ഒരു കാര്യമായിരുന്നു നമ്മൾക്ക് അന്ന് ക്വാർട്ടറിൽ വന്നിട്ടുണ്ടെങ്കിൽ വേൾഡ് കപ്പ് കളിക്കാന്നുള്ളത്. അപ്പം ഇപ്പോഴും നമ്മൾക്ക് ഇന്ത്യൻ ടീമിൻ്റെ ഇപ്പോൾ എല്ലാ കാറ്റഗറിയും, ഇപ്പോൾ അണ്ടർ 17 ആയിക്കോട്ടെ, അണ്ടർ 20 ആയിക്കോട്ടെ, അതുപോലെ സീനിയറും എല്ലാം ഒരേ രീതിയിൽ നല്ലൊരു ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ സീനിയർ ടീമിൻ്റെ ഒരു കാര്യം എടുത്തു പറയുകയാണെങ്കിൽ നമുക്ക് നല്ല മാച്ചസ് കിട്ടി, എക്സ്പോഷർ മാച്ച് കിട്ടി. അപ്പം നമ്മൾ പിന്നെ കളിച്ചുകൊണ്ട് തന്നെ ക്വാളിഫൈ ചെയ്തു. എന്ന് വെച്ചാൽ അണ്ടർ 2026 ഓസ്ട്രേലിയയിൽ വെച്ച് നടക്കുന്ന ഏഷ്യൻ കപ്പിൽ ഇന്ത്യ ക്വാളിഫൈ ചെയ്തു. ഇനി ഏഷ്യൻ കപ്പിൽ ക്വാളിഫൈ ചെയ്താൽ അതിലുള്ള ഒരു ഒരു ത്രില്ലിങ് എന്താണെന്ന് വെച്ചാൽ, ഈ ഏഷ്യൻ കപ്പിൽ കളിക്കുന്നത് നമ്മൾക്ക് 3 ഗ്രൂപ്പാണുള്ളത്, ABC. അതിൽ C ഗ്രൂപ്പിലാണ് ഇപ്പോൾ ഇന്ത്യ ഉള്ളത്. അതിൽ ജപ്പാൻ, വിയറ്റ്നാം, അതുപോലെ ചൈനീസ് തായ്പേയ്. ഇതിൽ ഈ 12 ടീമുകളിൽ പിന്നെ ആദ്യ 6 സ്ഥാനങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ, ഇപ്പോൾ എന്ന് വെച്ചാൽ ക്വാർട്ടർ ഫൈനലിൽ എത്തുന്ന അതിൽ എത്തിക്കഴിഞ്ഞാൽ ആ ടീമുകൾക്ക് ഡയറക്റ്റ് എൻട്രിയാണ് വേൾഡ് കപ്പ് കളിക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിൽ നിന്നും കഴിഞ്ഞു പുറത്തു പോയ ടീമുകളിൽ നിന്ന് പിന്നെ ഒരു പ്ലേ ഓഫ് മാച്ച് ഉണ്ട്. ആ പ്ലേ ഓഫ് മാച്ചിൽ നിന്ന് 2 ടീമിന് ഇതിലേക്ക് എൻട്രി കിട്ടും, ഡയറക്റ്റ് വേൾഡ് കപ്പ് കളിക്കുക. എന്ന് വെച്ചാൽ അതിൽ നിന്ന് വന്ന 8 ടീമുകൾക്ക് വേൾഡ് കപ്പ് കളിക്കാനുള്ള എൻട്രിയാണ്. അപ്പോൾ നമ്മൾക്ക് ഭാഗ്യവശാൽ നല്ല പെർഫോം ചെയ്ത് കയറി പോവുകയാണെങ്കിൽ ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കും. അപ്പോൾ സീനിയർ ടീം വേൾഡ് കപ്പ് കളിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഡ്രീമാണ്. അത് 2027 ബ്രസീൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് എൻ്റെ പേഴ്സണൽ ഒരു സന്തോഷം എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ 2010 മുതൽ ഇന്ത്യൻ ടീമിൻ്റെ കൂടിയുണ്ട്. അപ്പം ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പ് ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അണ്ടർ 14 ഹെഡ് കോച്ചായിരുന്നു, അണ്ടർ 17 ഹെഡ് കോച്ചായിരുന്നു, അണ്ടർ 19 ഹെഡ് കോച്ചായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് കുട്ടികൾ ഇപ്പോഴും ടീമിലുണ്ട്. അപ്പോൾ അതിൽ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം പ്യാരി ആയിക്കോട്ടെ, സഞ്ജു ആയിക്കോട്ടെ, സംഗീത, ഇപ്പം 2 ഗോളുകളും അടിച്ച ബംഗാളിയായ സംഗീത, അപ്പോൾ സ്വീറ്റി ക്യാപ്റ്റനായ, അപ്പോൾ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, കുറേ കുട്ടികൾ നമ്മുടെ ആ ഒരു ബാച്ച് ഉണ്ട്. അപ്പോൾ അവരുടെ ഓരോ വളർച്ചയും കണ്ടു വന്നതാണ് ഞാൻ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ലാസ്റ്റ് മാച്ചിന് കുട്ടികളോട് പറഞ്ഞ കാര്യം എന്താ പറയുക, നമ്മളെ മീറ്റിങ്ങിൽ, നമ്മളെ ടീം മീറ്റിങ്ങിൽ ഞാൻ ഒന്നേ പറഞ്ഞുള്ളൂ, നിങ്ങൾ ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾക്കേ അത് പറ്റൂ, അല്ലാണ്ട് കോച്ചസിനൊന്നും പറ്റില്ല. നമ്മളെല്ലാം പാർട്ട് ഓഫ് ദ ടീം. പക്ഷെ കളിച്ച് ഒരു ഹിസ്റ്ററി ഉണ്ടാക്കിയെടുക്കാൻ അവർക്കേ പറ്റും. അപ്പോൾ നിങ്ങളെ കയ്യിലാണ് ഇരിക്കുന്നത്. ഇതാണ് ഞാനത് കഴിഞ്ഞതിന് ശേഷവും നമ്മൾക്ക് അവിടെ പ്രസ് മീറ്റിംഗ് ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മളിത് ഡെഡിക്കേറ്റ് ചെയ്തത് നമ്മുടെ ഗ്രാമങ്ങളിൽ പന്ത് തട്ടാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ തുടങ്ങാൻ പോകുന്ന പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. എന്നുവെച്ചാൽ ഇത് കണ്ടിട്ട് വേണം പുതിയ കുട്ടികൾ കളികളിലേക്ക് വരണം. ചേച്ചിമാർ ജയിച്ചു വേൾഡ് കപ്പ് കളിക്കുന്നു. അപ്പോൾ ആ ഒരു ആൻസൈറ്റി ഉണ്ടാവണം. അപ്പോൾ അതാണ് ഞാൻ എൻ്റെ കൊച്ചുമക്കള്, ഇപ്പോൾ സഞ്ജു ഒക്കെ 13 വയസ്സിൽ ഞാൻ അവളെ കാണുന്നതാ. അപ്പോൾ അവരുടെ ഓരോരോ കാര്യങ്ങളും, അവരുടെ കുശുമ്പായിക്കോട്ടെ, അതായിക്കോട്ടെ, വാശിയായിക്കോട്ടെ, എല്ലാം നമ്മളിങ്ങനെ കാണും. അപ്പോൾ അവരുടെ ഒരു വിജയം, ആ കുട്ടികളുടെ അത് കണ്ടിട്ടാണ് നമ്മുടെ അടുത്ത ഗ്രൂപ്പ് വരുന്നത്. അപ്പോൾ ഞാൻ ലാസ്റ്റ് അണ്ടർ 17 ഹെഡ് കോച്ചായിരുന്നു. നമ്മൾ ക്വാളിഫൈ ചെയ്തിരുന്നു AFCക്ക്. ആ ബാച്ചാണ് ഇപ്പം അണ്ടർ 20, അവരിപ്പം വിൻ ചെയ്തു. നമുക്കതിലൊരു സന്തോഷം തോന്നും. അപ്പോൾ വുമൺ ഫുട്ബോൾ ഡെവലപ്പ് ആവുന്നുണ്ട്. അത് നമ്മൾ ആ രീതിയിൽ തന്നെ വരുവാണെങ്കിൽ ഒരു പക്ഷേ ഈ വർഷം നമ്മൾക്ക് ഒരു നല്ല ഒരു റിസൾട്ട് കിട്ടും. മെന്നിനേക്കാളും മുന്നേ വുമൺസ് വേൾഡ് കപ്പ് കളിക്കും. I really hope so. നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ. കാരണം ഇപ്പോഴത്തെ ഒരു AFFൻ്റെ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ വുമൺ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് വുമൺ എംപയർമെൻറ്റിന് വേണ്ടിയിട്ട് ഫിഫയുടെ പ്രൊജക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പം വുമൺ കോച്ചസിന് വേണ്ടിയിട്ട് ക്ലിനിക്കുകൾ, വർക്ക്ഷോപ്പുകൾ, വുമൺ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് അവർക്ക് വർക്ക്ഷോപ്പുകൾ കൊടുക്കുന്നുണ്ട്, കപ്പാസിറ്റി ബിൽഡിംഗ് കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. അപ്പം ഓരോരോ സംസ്ഥാനങ്ങളിലും അഡ്മിനിസ്ട്രേഷനിൽ വുമണിൻ്റെ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താ, വുമൺ അതുപോലെ അഡ്മിനിസ്ട്രേഷനിലും
ടീമിലും സ്റ്റാഫുകളിലൊക്കെ വരുന്ന സമയത്ത് പ്ലെയറിന് കോൺഫിഡൻസ് കൂടും, പാരൻസിന് കോൺഫിഡൻസ് കൂടും. അപ്പോൾ ഒന്നുകൂടെ നല്ല രീതിയിലാണ് AFFന്റെ പ്ലാനുകൾ പോകുന്നത്. അതിലും ബെസ്റ്റായിട്ടാണ് നമ്മളെ കേരളത്തെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇന്നാണ് ഇപ്പം എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ടീമൊക്കെ വിടുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ആരും ലീഗ് നടത്താത്ത മുന്നേ കേരള ലീഗ് നടത്തി. അതും കേരള ലീഗിൽ നമ്മൾ 6 പ്ലേയേഴ്സ് മാത്രമേ പുറത്തുനിന്ന് കളിക്കാൻ പാടുള്ളൂ എന്നുള്ളതാക്കി. എന്ന് വെച്ചാൽ നമ്മുടെ ലോക്കൽ പ്ലേയേഴ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ പല സംസ്ഥാനങ്ങളിൽ ഇനിയും വന്നിട്ടില്ല. അപ്പോൾ ലീഗുകൾ നടത്തിയിരുന്നു. എല്ലാ ടൂർണമെൻറ്റുകളിലും കേരളത്തിൽ നിന്ന് ടീമിനെ അയക്കും. പിന്നെ ലാസ്റ്റ് ഇയറിൽ ഏറ്റവും കൂടുതൽ രജിസ്ട്രേഷൻ നടന്നത്, CRS രജിസ്ട്രേഷൻ നടന്നത് കേരളത്തിൽ നിന്നായിരുന്നു. അങ്ങനെ കേരള ഫുട്ബോൾ അസോസിയേഷൻ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം മുതൽ എൻ്റെ ജേണി എടുത്ത് പറയുകയാണെങ്കിലല്ല എല്ലാ സെക്രട്ടറിമാരെയും എല്ലാം പേരെടുത്ത് പറയട്ടെ. ഇപ്പം ഞാൻ ആദ്യം കളിക്കാൻ തുടങ്ങിയത് മുതൽ വരെ നമ്മൾക്ക് പ്ലെയർ ആയപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്തു, കോച്ചായപ്പോൾ സപ്പോർട്ട് ചെയ്തു. അതുപോലെയാണ് ഓരോ പ്ലെയറെയും സപ്പോർട്ട് ചെയ്യുന്നത്. ആക്ച്വലി ആൾക്കാർ പറയേണ്ടത് നമുക്ക് ആവശ്യമുള്ള സപ്പോർട്ട് ഗവൺമെന്റിൽ നിന്നും ആൾക്കാരുടെ നിന്ന് കിട്ടുന്നില്ല. എന്നാൽ അങ്ങനെ അല്ല, ആക്ച്വലി ഒരുപാട് സപ്പോർട്ട് ഉണ്ട് എന്നാണ് പറയുന്നത് അല്ലേ? ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ് ടു നോ. ഇപ്പം നമ്മൾക്ക് ഗവൺമെൻറ്റിനെയോ അല്ലെങ്കിൽ ഒരു ഫെഡറേഷനെയോ കുറ്റപ്പെടുത്തിക്കൊണ്ട് എല്ലാവരുടെ തലയിൽ വെക്കാൻ പറ്റില്ല. ഒരു സമൂഹത്തിൽ നമ്മൾക്കൊരു കാര്യം അച്ചീവ് ചെയ്യണമെങ്കിൽ സപ്പോർട്ട് മാത്രമാണ് അവിടുന്ന് പ്രതീക്ഷിക്കേണ്ടത്. ബാക്കി ഒരു ലോക്കൽ ക്ലബ്ബുകളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഓരോ സ്ഥാപനങ്ങൾ, അങ്ങനെ എല്ലാവർക്കും ഇതിനുള്ള ഉത്തരവാദിത്വമുണ്ട്. അല്ലാതെ ഗവൺമെൻറ് ഇത് ചെയ്തിട്ടില്ല, അല്ലെ ഫെഡറേഷൻ ഇത് ചെയ്തില്ല, അങ്ങനെ നോക്കി നിൽക്കുക നമ്മളെ ജനറേഷൻ കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്. അപ്പം എല്ലാവരും കൂടെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുക. കാരണം നിലനിൽപ്പാണ്. അപ്പം അങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിലാണ് നമുക്ക് നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ കേരളത്തിൻ്റെ തന്നെ വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട് ഫ്ലോ. അപ്പോൾ ആ രീതിയിൽ തന്നെ പോവുകയാണെങ്കിൽ നമ്മൾ കേരളത്തിലും നല്ലതുണ്ട്. നമ്മളിപ്പോൾ സൂപ്പർ ലീഗ് കേരള എന്ന് പറയുന്ന ഒരു ബ്രില്യൻറ്റ് ടൂർണമെന്റ് ആണ്. കേരളത്തിന്റെ സ്വന്തം ലീഗ് എന്നാണല്ലോ നമുക്ക് സൂപ്പർ ലീഗ് കേരള ആയിട്ട് വരുന്നത്. അപ്പോൾ പ്രിയയുടെ അഭിപ്രായത്തിൽ ഇങ്ങനത്തെ ഒരു ടൂർണമെന്റ് നമ്മുടെ കേരളത്തിൽ എത്രത്തോളം ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? സൂപ്പർ ലീഗ് കേരള ഈസ് സൂപ്പർ. ബിക്കോസ് ഇത് ഒരു നല്ലൊരു സ്റ്റെപ്പാണ്. നമ്മൾ ISL വന്ന സമയത്തും നമ്മൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം കളികൾ കാണാൻ തുടങ്ങി, നമ്മൾ കമ്പയർ ചെയ്യാൻ തുടങ്ങി. അല്ല എങ്കിൽ നമ്മളിപ്പോൾ എന്താണെന്ന് വെച്ചാൽ സാധാരണ ഒരു കളി കാണുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് പലരും കളി കാണാത്തത് എന്ന് വെച്ചാൽ നമ്മൾക്കിപ്പം സോഷ്യൽ മീഡിയ ഒരുപാട് ഡെവലപ്പായി. ഇപ്പം പണ്ട് കാലത്ത് TV ഇല്ല. ആൾക്കാർ പോയിട്ട് കളിസ്ഥലങ്ങളിൽ പോയിട്ട് മൈതാനങ്ങളിൽ പോയി കുത്തിയിരുന്ന് കളി കാണും. പിന്നീട് TV വന്ന സമയങ്ങളിൽ നമ്മൾ ഇരുന്ന് പല രാജ്യങ്ങളുടെ കളികൾ അല്ലെങ്കിൽ നല്ല ക്ലബ്ബുകളുടെ കളികളൊക്കെ നമ്മൾ കമ്പയർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ടീം ഇങ്ങനെയാണ്, അവരേന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് നമ്മൾ വിമർശനങ്ങൾ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെയും നമ്മൾക്ക് കളികൾ കാണാനുള്ള കുറേ സൗകര്യങ്ങൾ, സ്റ്റേഡിയങ്ങളും കാര്യങ്ങളും വന്നു, കളികൾ വന്നപ്പോഴും അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേയൊക്കെ നമ്മുടെ ISLന് കഴിഞ്ഞിട്ടുണ്ട്. വിദേശ താരങ്ങളുമായിട്ട് നമ്മുടെ കളിക്കാർക്ക് കളിക്കാനും ആ പേസിൽ കളിക്കാനും വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ കൾച്ചർ കുറേ നമ്മൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ കുറേ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സൂപ്പർ ലീഗ് കേരള എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ഇത്തരം ഒരു കാര്യം വന്നപ്പോൾ ഇപ്പം പല സംസ്ഥാനങ്ങളും നമ്മളെ മാതൃകയാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആ ഒരു ആശയം അത് വന്നത് ഇപ്പം നമ്മുടെ പ്രസിഡന്റ് മീരാൻ സാറിൻ്റെ അടുത്തു നിന്നും അതുപോലെ KFA സെക്രട്ടറി ആയിരുന്ന അനിൽകുമാർ സാർ, അങ്ങനെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല, ഒരു ഗ്രൂപ്പ്, ആ ഒരു ആശയം അതിനെ നമ്മൾ എന്നും നമിക്കേണ്ടതാണ്. അപ്പോൾ ഇതിപ്പോൾ സെക്കൻഡ് സീസണിലേക്കാണ്. കഴിഞ്ഞ വർഷം വളരെ നന്നായിട്ട് നടന്നൊരു ടൂർണമെൻ്റാണ്. അതിൻ്റെ കണ്ടക്റ്റിംഗ് ആയിക്കോട്ടെ, അതിൻ്റെ പ്ലേയേഴ്സ് സെലക്ഷൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എടുത്തു പറയുമ്പോൾ നമുക്കൊരു കുറവ് ഒന്നിനും പറയാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പം ഈ സീസണിലും ഇപ്പം നടക്കുന്നു. പക്ഷെ ഇനി എല്ലാ ജില്ലകളിലും ഇത് നടക്കണം. അപ്പോഴാണ് എല്ലായിടത്തും നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത്. ഇപ്പം ഞാനൊരു കണ്ണൂരുകാരിയാണ്. എന്നെ സംബന്ധിച്ച് ഐ ആം ഓക്കെ. എന്താ വെച്ചാൽ കണ്ണൂർ ടീമുണ്ട്, കോഴിക്കോട് ടീമുണ്ട്, മലപ്പുറം കുറച്ച് ഇറ്റ്സ് ഓക്കെ. പക്ഷെ വരണം. ഇപ്പം തിരുവനന്തപുരത്ത് ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊച്ചിയിൽ വരണം, പിന്നെ ഒരു തൃശ്ശൂർ,
അതല്ലാതെ ഒന്നും കൂടെ നന്നായിട്ട് വരുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു കൾച്ചറിലേക്ക് നമ്മൾ മെല്ലെ മെല്ലെ വരും. പിന്നെ പിന്നെ നമ്മൾക്കുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്യുന്നത് നമ്മളതിലേക്ക് സോഷ്യൽ മീഡിയ അത്രമാത്രം അതാണ് സെക്കൻഡ് തിങ്. നമ്മളെ കളിക്കളത്തിലേക്ക് എല്ലാവരെയും വരുത്താൻ വേണ്ടി സോഷ്യൽ മീഡിയയുടെ ഭാഗത്തുനിന്ന് അതൊരു വല്ലാത്ത പ്രാധാന്യമുണ്ട്. ജനങ്ങളിലേക്ക് എത്തണം. എന്താണ് ഇവിടെ നടക്കുന്നത്? സാധാരണക്കാരിലേക്ക് ഇപ്പൊ വൈകുന്നേരങ്ങളിൽ TV കാണുന്നവർക്ക് മാത്രമല്ല, അല്ലെങ്കിൽ പത്രം കുറച്ച് മാത്രം വായിക്കുന്നവർക്കല്ല, നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം ഇതിന്. കാരണം ഇത് കളികളാണ്. ഇതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ എന്താണ്? വെറുതെ ഒരു ആസ്വാദനം മാത്രമല്ല ഒരു കളി എന്ന് പറയുന്നത്. ഒരു ടൂർണമെന്റ് എന്ന് പറയുന്നത് അതിന് ഒരു 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 നാട്ടിലൊരു ടൂർണമെന്റ് നടക്കുമ്പോൾ അവിടെ ആ നാട് ഡെവലപ്പ് ആവുകയാണ്. അത് ഫിനാൻഷ്യലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ സോഷ്യലി ആയിക്കോട്ടെ, അങ്ങനെ അവിടെ ഒരു ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. ആ ഡെവലപ്മെന്റിലേക്ക് നമ്മളെ എല്ലാ ജില്ലകളും എത്തണം. അത് കണ്ടക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ അവിടത്തേക്ക് വരുന്ന ആൾക്കാർ, ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ പല കാര്യങ്ങളും ഇല്ലേ ഓരോരു. അപ്പോൾ അത് അതിന്റെ പ്രാധാന്യം സോഷ്യൽ മീഡിയ ഒന്നുകൂടെ മനസ്സിലാക്കിക്കൊണ്ട് ദാറ്റ്സ് ട്രൂ. ബിക്കോസ് എനിക്കൊന്ന് എനിക്കും ഞാനും വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോഴും എനിക്കൊന്ന് പ്രിയയുടെ ടൈമിലൊക്കെ ആയിരുന്നപ്പോഴും ദർ വാസ് നത്തിങ് കോൾഡ് സോഷ്യൽ മീഡിയ. ആ ഒരു സമയത്ത് നമുക്ക് കിട്ടാവുന്ന പുഷ് ഇതിൽ നിന്ന് എന്തായാലും കിട്ടുന്നുണ്ട്. എന്നാൽ എനിക്ക് ഇപ്പൊ പ്രിയ ഇപ്പൊ നമ്മളെ നാഷണലി ആൻഡ് റെപ്രസെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് വന്നു, കേരളത്തിലെ ആൾക്കാർ അല്ലെങ്കിൽ കേരളത്തിന്റെ ടീമിന്റെ കൂടെയൊക്കെ കളിച്ച് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. നാഷണലി മറ്റ് സ്റ്റേറ്റ്സിൽ നിന്ന് വരുന്ന കുട്ടികൾ അല്ലെങ്കിൽ ആൾക്കാരായിട്ട് ഇടപെട്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. പുറത്തു പോകുമ്പോൾ അവിടെയുള്ള ആൾക്കാരായിട്ട് നമ്മളെ റെപ്രസെന്റ് ചെയ്ത് പോകുമ്പോൾ അവിടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഈ 3 കാറ്റഗറീസിലുള്ള ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ മൈൻഡ് സെറ്റിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? കേരളത്തിലും നാഷണലും ഇന്റർനാഷണലി ഇൻ ടേംസ് ഓഫ് ഫുട്ബോൾ ഫോർ ദ ഗെയിം. അത് ഉണ്ട്. അത് ഇപ്പം നമ്മൾ കേരളീസ് ആണെങ്കിൽ നമ്മളെപ്പോഴും പ്രോഫിറ്റ് ഓറിയന്റഡ്. ഇത് കളിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ഉള്ള കേരള സാധനമാണോ ഇന്ത്യൻ സാധനമാണോ? നമുക്കൊരു പരസ്യമില്ല കിतना देती है എന്ന് ചോദിച്ചിട്ട് എത്ര തരും. അതേസമയം നമ്മൾ ഞാൻ എൻ്റെ കുട്ടിയെ ഫുട്ബോളിലേക്ക് വിടുവാണ്. അപ്പം എന്താണ് അഡ്വാൻറ്റേജ്? ആ കുട്ടിക്കുള്ള ഡെവലപ്മെന്റ് അല്ല. ഇപ്പൊ അവിടെ വരുന്നത് ജോലി കിട്ടുമോ ഒന്ന്, അല്ല കാശുണ്ടാക്കാൻ പറ്റുമോ? ഇമ്മീഡിയറ്റ് റിസൾട്ട്. യെസ്, അതാണ് പ്രോഫിറ്റ്. പക്ഷെ അവിടേക്ക് വരുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു കുട്ടി, ഒരാൾ പ്ലെയർ ആവുമ്പോൾ ആദ്യം പഠിക്കുന്ന ഡിസിപ്ലിൻ ആയിരിക്കും. എന്ത്, എവിടെ, എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്തുകൂടാ. നമ്മൾ പറയും ചില സമയങ്ങളിൽ നമ്മൾ ഗ്രൗണ്ടിൽ ബോൾ പാസ് ചെയ്യാം, ഇവിടെ പാസ് ചെയ്യാൻ പാടില്ല. അത് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പ്രശ്നമാണ്. പാസ് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലം പാസിങ് എവിടെയും ചെയ്യാം. ചില സ്ഥലങ്ങളിൽ പാസ് ചെയ്താൽ ആ സ്ഥലത്തേക്ക് പാസ് പോയാൽ അത് നമ്മളെ കൊല്ലുന്നത് പോലെ ആയിരിക്കും, ടീമിനെ മൊത്തം നശിപ്പിക്കും. അപ്പോൾ ഇതൊക്കെ കുട്ടികൾ പഠിക്കും. ആ ഒരു ചെറിയ ടൈമിൽ അത്ര ഡിസിഷൻ മേക്കിംഗ്. ഞാനതാ പറഞ്ഞത്, നമ്മുടെ മൈൻഡ്, ബ്രെയിൻ, ന്യൂറോ മസ്കുലർ സിസ്റ്റം അങ്ങനെ ആക്റ്റീവ് ആവുക. അത് കിട്ടണമെങ്കിൽ കളികളിലൂടെ മാത്രമേ കിട്ടൂ. കളിക്കുന്ന കുട്ടിയെ നന്നായിട്ട് പഠിക്കും. നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളില്ലേ നന്നായി കളിക്കും. അതാണ് നമ്മളെ കേരള ഉള്ള ആൾക്കാർക്ക് നമുക്ക് പെട്ടെന്ന് വേണം. പക്ഷെ കുട്ടികളുടെ ഡെവലപ്മെന്റ് നോക്കുവാണെങ്കിൽ, ഇപ്പം എന്നോട് ഒരാൾ ചോദിക്കുന്നു എൻ്റെ കുട്ടിക്ക് ജോലി കിട്ടും. ഞാൻ പറഞ്ഞു നിങ്ങൾ കളിക്കാൻ വിട്. ആ കുട്ടിക്ക് നല്ല കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടും. സ്പോർട്സ് കോട്ട അഡ്മിഷനുകളുണ്ട്. അപ്പോൾ പ്രൊഫഷണൽ കോഴ്സ് വേണം, ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അല്ല ഏത് പ്രൊഫഷണൽ കോഴ്സ് ആവണം, അഡ്മിഷൻ ഷുവർ. ഔട്ട് ഓഫ് നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിൽ പോലും പ്രൊഫഷണൽ കോഴ്സുകൾക്ക് സ്പോർട്സ് കോട്ടയിൽ ഹോസ്റ്റൽ ഫ്രീ, ഫീസ് ഫ്രീ, ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ അവരെ ഒരു ഇതിലേക്ക് ഒന്ന് നടത്തി കൊണ്ടുപോയാൽ, ഒരു സ്പോർട്സിൽ ഏതെങ്കിലും ഒരു സ്പോർട്സിലേക്ക് വിടുമ്പോൾ അവർ തന്നെ അവരെ സ്വയം പര്യാപ്തതയിലേക്ക് അവരെത്തുകയാണ്. അതാണ് നമ്മൾ എന്താ കിട്ടുക എന്ന് ചോദിച്ചാലുള്ള ആൻസർ. എനിക്കതാ പറയാനില്ല. അല്ലാതെ നമ്മൾക്കൊരു പ്രൊഫഷണൽ ഒരു ജോലി എന്ന് പറയുന്നത് അത് പിന്നീടുള്ള ഒരു കാര്യമാണ്. അതെന്തോ ആവട്ടെ, അപ്പോൾ അത് കിട്ടും. ഇത് നമ്മൾ കേരളക്കാർക്കില്ല. അതേസമയം നമ്മളെ മറ്റ് സംസ്ഥാനങ്ങൾ, ഇപ്പം നോർത്ത് ഈസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ജാർഖണ്ഡ് അല്ല അങ്ങോട്ടേക്കൊക്കെ ഉള്ളവരായിക്കോട്ടെ, അവർക്ക് അത്രയൊന്നും ഇതില്ല. അവർക്ക് കളിക്കണം.
പാഷൻ. യെസ്. ഇപ്പം മണിപ്പൂരാണ് ഇപ്പോൾ കുറേ കാലം വുമൺ ഫുട്ബോൾ എടുത്ത് പറയുകയാണെങ്കിൽ കുറേ കാലം അവർ ചാമ്പ്യൻസ് ആണ്. അവരെന്തുകൊണ്ടാണ് ചാമ്പ്യൻസ്? അവർ ഗ്രാസ് റൂട്ട് ലെവൽ ആ രീതിയിൽ അവർ സ്കൂളുകളിൽ ഒരുപാട് ടൂർണമെൻറ്റുകൾ നടത്തുന്നുണ്ട്, ക്ലബ്ബുകളിൽ നടക്കുന്നുണ്ട്. അപ്പം അവർക്ക് കളിക്കണം, അവർ കളിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്, അല്ലാതെ ജോബിനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ അല്ല. ഇനി നമ്മൾ ഫോറിനേഴ്സിനെ എടുത്താൽ സെയിം, ഫോറിനേഴ്സിനും അവർക്കും അവരുടെ കുട്ടികൾ സ്വയം പര്യാപ്തരാകുന്നതാണ് അവിടെ. അല്ലാണ്ട് നമ്മളെ ഇവിടത്തെ പോലെ എന്താണ് 25 വയസ്സുള്ള കുട്ടിക്കും ഇപ്പോഴും അച്ഛൻ പൈസ കൊടുക്കുക, അല്ലെ അച്ചാച്ചൻ. ഇനിയിപ്പോൾ കല്യാണം കഴിച്ച് കുട്ടികളായാലും പിന്നെ എന്താ പറയുക, ഗ്രാൻഡ് ഫാദറിനോ ഗ്രാൻഡ് മദറിനോ പെൻഷനോ അല്ലെങ്കിൽ ആ കുട്ടികൾ അവർ പഠിപ്പിച്ചോളൂ. അതാണ് അവർ എപ്പോഴാണോ അവർ എഡ്യൂക്കേഷൻ കഴിയുമ്പോൾ അല്ലെങ്കിൽ എഡ്യൂക്കേഷനോട് കൂടെ തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർ ജോലി ചെയ്ത് അവരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി. ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഒരു കുട്ടിയെ സ്പോർട്സിലേക്ക് വിടുമ്പോഴാണ് അവന് ഒരുപാട് ഐഡിയകൾ ഉണ്ടാവും, എന്ത് ചെയ്യണം എന്ത് ചെയ്തുകൂടാന്നുള്ള കാര്യങ്ങൾ അറിയാം, ലൈഫിലൊരു ഡിസിപ്ലിൻ ഉണ്ടാവും. ഇപ്പം നേരത്തെ എന്നോട് ആദ്യം ചോദിച്ചോളൂ, രാവിലെ എഴുന്നേക്കോ? നല്ല കളിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കുട്ടീനോട് രാവിലെ നീ എഴുന്നേക്ക് എന്ന് പറയണ്ട, ആ കുട്ടി പോവും, എഴുന്നേക്കും, ഗ്രൗണ്ടിൽ പോവും, നന്നായിട്ട് അവിടുത്തെ ഡിസിപ്ലിൻ പഠിക്കും. അത് കഴിഞ്ഞ് വന്നാൽ ആ കുട്ടിക്ക് അറിയാം എനിക്ക് പഠിക്കണം, ഹോംവർക്ക് ചെയ്യണം, അതൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം ടൈം മാനേജ്മെൻറ്റും ആ കുട്ടി പഠിക്കും. ഇത് അല്ലാത്ത പക്ഷം വളരെ ബുദ്ധിമുട്ടാണ്. സീരിയസ്ലി, കാരണം ഇത് ഈ ഒരു ഉത്തരത്തിൽ നിന്ന് എനിക്ക് ഇഷ്ടം പോലെ പോയിന്റ്സ് കിട്ടി. എന്നാൽ എനിക്കിപ്പോൾ പോകാനുള്ളത് നേരെ ഗോകുലം FC ആ ഒരു വിക്ടറിയിലേക്കാണ്. ആ ഒരു മൂമെന്റ് എങ്ങനെയായിരുന്നു? ഗോകുലം കേരള സെക്കൻഡ് സീസണിലാണ്. അപ്പോൾ ഒരു ദിവസം ഒരു ഫോൺ വരുന്നു, കോച്ച് നമ്മൾക്ക് ടീം ആക്കാൻ പറ്റുമോ, നമുക്കിങ്ങനെ ഗോകുലത്തിൻ്റെ ടീം നമുക്ക് ഇപ്രാവശ്യം ഫീൽഡ് ചെയ്യണമെന്നുണ്ട്. അങ്ങനെ സെക്രട്ടറി മിസ്റ്റർ പ്രവീൺ സാർ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി, സത്യം പറയാലോ. അപ്പം ഞാൻ പറഞ്ഞു സാർ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ചെയ്യാന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എനിക്കറിയാം എല്ലാ ടീമും സെറ്റായി, എല്ലാവർക്കും ആയി. അന്ന് ടൂർണമെൻറ്റിന് ഒരു 15 ദിവസം പോലും ബാക്കിയുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയങ്ങളിൽ ഞാൻ മുന്നേ സൂചിപ്പിച്ച പോലെ 2010 മുതൽ ഞാൻ ഇന്ത്യൻ ടീമിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ഇന്ന് ഇന്ത്യൻ ടീമിലുള്ള പല പ്ലെയേഴ്സും എൻ്റെ കൂടെ ഗ്രാസ് റൂട്ട് ലെവലിൽ വന്ന് ഡെവലപ്പ് ആയിട്ട്. അപ്പോൾ എനിക്ക് ആ സമയത്ത് എൻ്റെ കളിച്ച കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ പല സ്ഥലങ്ങളിലും സൈൻ ചെയ്യാത്ത പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ സൈൻ ചെയ്യാത്ത അന്യസംസ്ഥാന പ്ലെയേഴ്സും കേരള ടീമിൻ്റെ ഫസ്റ്റ് ലെവലിലുള്ള ഒരു ചുരുക്കം പ്ലെയേഴ്സ് 5-8 പ്ലെയേഴ്സിനെ കേരളത്തിൽ നിന്ന് എടുത്ത് അങ്ങനെ പുറത്തുനിന്നും എടുത്തിട്ടാണ് ആദ്യ സീസണിൽ നമ്മൾ കളിച്ചത്. അന്ന് നമ്മൾ 4ാം സ്ഥാനം. സെക്കൻഡ് സീസണിൽ മോശമില്ലാത്ത ടീമുണ്ടായി. ആദ്യ സീസണിൽ തന്നെ ഉള്ള ഒരു എന്താ പറയുക, ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫോറിൻ പ്ലെയർ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇന്ന് ഈസ്റ്റ് ബംഗാളിൽ കളിക്കുന്ന ഫസീല അന്ന് ഗോകുലത്തിന് വേണ്ടി സൈൻ ചെയ്ത പ്ലെയർ ആയിരുന്നു. നല്ല നല്ല കളി കളിച്ച് അങ്ങനെ നമ്മൾ ഗോകുലത്തിൻ്റെ ഒരു വരവ് അറിയിച്ചു എന്നുള്ളതായിരുന്നു. നെക്സ്റ്റ് സീസണിൽ നമ്മൾ മണിപ്പൂർ പോലീസുമായിട്ടാണ് നമ്മൾ സെമിയിൽ തോൽക്കുന്നത്. മണിപ്പൂർ പോലീസ് നല്ല ടീമായിരുന്നു, അന്ന് കുറേ താരങ്ങളുണ്ടായിരുന്നു. ഇപ്പം ബാലാദേവി അതുപോലെ പ്രഗത്ഭരായ കളിക്കാരന്ന് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സെക്കൻഡ് സീസണിൽ അങ്ങനെ പോയി. അങ്ങനെ തേർഡ് സീസണിലാണ് നമ്മൾ ചാമ്പ്യൻസ് ആവുന്നത്. അത് ബാംഗ്ലൂർ വെച്ചായിരുന്നു. അത് വളരെ ത്രില്ലിംഗ് ആയിരുന്നു. സീരിയസ്ലി ആ ഒരു മൊമെന്റ് അല്ലേ. അപ്പൊ ഈ 3 സീസൺസിലും ഏറ്റവും പഠിച്ച വലിയ പാഠം എന്തായിരുന്നു ആസ് എ കോച്ച്? 3 സീസണിലും ഉണ്ടായെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളൊന്ന് എൻ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് കളിച്ചാൽ മതി. നമ്മൾ അങ്ങനെയായിരുന്നു, എങ്ങനെയെങ്കിലും ഒന്ന് ടീം ഇറങ്ങണം, പിന്നെ മോശമല്ലാതെ കളിക്കണം പറയാം. കാരണം മോശമല്ലാതെ കളിക്കണം എന്നുള്ള ഒരു ചിന്ത വരുന്നത് എന്താണെന്ന് വെച്ചാൽ ആകെയുള്ള ഒരു ഐ ലീഗ് ടീമായിരുന്നു അന്നുണ്ടായിരുന്നത്. ആകെ ഒരു ധൈര്യപൂർവ്വം ഇറങ്ങിയ അതൊരു ക്രെഡിറ്റ് ഗോകുലത്തിന് എപ്പോഴും ഉണ്ട്. അതൊരു ഹിസ്റ്ററിയാണ്. എന്ന് വെച്ചാൽ ഐ ലീഗ് ടീമിൽ ഒരു വുമൺ ടീമിനെ ഇറക്കാന്നുള്ളൊരു ധൈര്യം. അങ്ങനെ സെക്കൻഡ് സീസണിൽ നമ്മൾ മോശമല്ലാതെ കളിച്ചു. സെക്കൻഡ് സീസണിൽ നല്ല കളിയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ചെറിയ 1-2 മിസ്റ്റേക്കുകളിൽ മാത്രം പോയതായിരുന്നു. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ പ്രൊഫഷണലായി, പ്ലെയേഴ്സ് ഒന്നുകൂടെ ആ പ്രൊഫഷണൽ അപ്രോച്ചിൽ തന്നെ വരുന്നത്. പിന്നെ തേർഡ് സീസണിൽ കംപ്ലീറ്റ്ലി പ്രൊഫഷണൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ല, എല്ലാം നല്ല രീതിയിലായിരുന്നു. ക്ലബ്ബ് ഡീൽ ചെയ്തിരുന്നത്, നല്ല പ്ലെയേഴ്സിനെ സൈൻ ചെയ്തു,
നല്ല കാശ് കൊടുത്തിട്ട് തന്നെ അങ്ങനെ മോശമല്ല, നല്ല രീതിയിൽ തന്നെ പ്ലേയേഴ്സിനെ സൈൻ ചെയ്തു. നല്ല ട്രെയിനിങ് ആയിരുന്നു. ആ രീതിയിൽ തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റി. അത് ഓപ്പോണൻ്റ് ഉണ്ടായിരുന്നത് ക്രിസ്പ എന്ന് പറഞ്ഞ ക്ലബ്ബായിരുന്നു, മണിപ്പൂരിൽ നിന്നുള്ള. നമ്മൾ ആ ഫൈനലിലുണ്ടായിരുന്നു. അതിൽ കൂടുതലും ഇന്ത്യൻ പ്ലേയേഴ്സ് ആയിരുന്നു. അതും ആ സമയങ്ങളിൽ ഇന്ത്യ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേയേഴ്സ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഒരു അച്ചീവ്മെൻറ്റ് അത് നല്ലതായിരുന്നു. വളരെ നല്ല കളിയായിരുന്നു അത്. 2-1 ആയിരുന്നു. വാവ്. സോ ഐ മീൻ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഐ കൻ ജസ്റ്റ് തിങ്ക് ലൈക്ക് ഒരു ആളെടുത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് അവരുടെ തന്നെ ഒരു മെന്റൽ ടഫ്നെസ്സിന്റെ ഒരു ഐഡിയ നമുക്ക് കിട്ടും. ഐ കൻ ഗെറ്റ് ദാറ്റ് വൈബ് ഫ്രോം യു. ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ ചെറിയ ഒരു റാപ്പിഡ് ഫയർ സെക്ഷനിലേക്കാണ്. ബിക്കോസ് ഇതൊരു വെറും ഒരു ഫൺ സെഗ്മെന്റ് ആണ്. ജസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും ആൻഡ് ഇത് യു ക്യാൻ ജസ്റ്റ് സേ ഏതാണ് ചൂസ് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, കൂൾ, റെഡി, ഗോ. ഓക്കെ, മെസ്സി ആണോ റൊണാൾഡോ ആണോ റൊണാൾഡോ ആണോ ആരാണ് ടീമിനെ പിക്ക് ചെയ്യുക? ഇഫ് യു ഹാഡ് ടു പിക്ക് ഫോർ യുവർ ടീം. പ്രിയ ആലോചിക്കുന്നുണ്ടാവും, ദൈവമേ ഞാനിപ്പോ ഏത് ഫയറാണ് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, മെസ്സിയോ റൊണാൾഡോ? No, not two, one. ആരായിരിക്കും? മെസ്സി. Oh, okay. I saw that smile on Messi. Okay, cool. Best woman footballer India has produced. India produce ചെയ്തിരിക്കുന്ന ബെസ്റ്റ് വുമൻ ഫുട്ബോളർ ആരായിരിക്കും അക്കോർഡിംഗ് ടു യു? സസ്മിത മല്ലിക്. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്നറിയില്ല, ഒറീസയുടെ പിള്ളേരായിരുന്നു. okay, fine. Okay. One Kerala food that should be a post-match meal. എന്ത് മലയാളി ഫുഡ് അല്ലെങ്കിൽ കേരളത്തിലെ ഒരു ഭക്ഷണം ആയിരിക്കണം മാച്ച് കഴിഞ്ഞതിന് ശേഷം ഇമീഡിയറ്റ്ലി കഴിക്കാൻ പറ്റുക? ഹെൽത്ത് നോക്കുന്ന ആളാന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാനിത് ചോദിച്ചേ. കുട്ടികൾക്ക് സന്തോഷകരമായ ഒരു കാര്യം കൊടുക്കുമോ അല്ലെങ്കിൽ അവിടെയും ഡയറ്റ് നോക്കുമോ? എന്തും കഴിക്കാം, കേരള ഫുഡൊക്കെ ഹെൽത്തിയാ. കാബ്സ് അല്ലേ, കാബ് റിച്ച് അല്ലേ? പ്രശ്നമില്ലല്ലോ. ഓക്കെ, സോ എന്ത് ഫുഡാ കൊടുക്ക? എന്താ കൊടുക്ക? ഓക്കെ, മധുരം കിഴങ്ങൊക്കെ നല്ലത്. സ്വീറ്റ് പൊട്ടേറ്റോ ഇഷ്ടമല്ലാത്ത സാധനം. ഓക്കെ, VAR ബ്ലെസ്സിങ് ഓർ ഹെഡേക്ക്? VAR ബ്ലെസ്സിങ് ആണോ ഹെഡേക്ക് ആണോ? രണ്ടുമാണോ? ഓക്കെ, ഫൈൻ. നമുക്ക് ഇതിനൊരു ഞാൻ പോകുമ്പോൾ ലൈക്ക് ഒരു എസ്കേപ്പ് തരാം. ഓക്കെ, കോച്ച് അല്ലായിരുന്നെങ്കിൽ എന്തായേനെ ഇന്ന്? അല്ലെങ്കിൽ ഫുട്ബോൾ പ്ലെയർ അല്ലായിരുന്നെങ്കിൽ ഇന്ന് എന്തായേനെ? അല്ലെങ്കിൽ പോലീസിലോ. ഓക്കെ, പക്ഷെ ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽഡ് ആണോ കുറെ കൂടെ ഇഷ്ടം? അതിനുള്ള എല്ലാ ക്യാരക്ടറിസ്റ്റിക്സ് കേട്ടോ, വെരി സ്ട്രോങ്. ഓക്കെ, സോ ഇനി ജസ്റ്റ് ഫ്യൂ ക്വസ്റ്റ്യൻസ്. നമ്മൾ എന്തെങ്കിലും അഗ്രി ചെയ്യുകയാണെങ്കിൽ ഗ്രീൻ കാർഡ്, ഡിസഗ്രി ചെയ്യുകയാണെങ്കിൽ റെഡ് കാർഡ് എന്ന് പറഞ്ഞു. ഓക്കെ, കേരള ഈസ് ഇന്ത്യസ് ഫുട്ബോൾ ഹാർട്ട് ലാൻഡ്. കേരളമാണ് ഇന്ത്യയുടെ ഫുട്ബോൾ ക്യാപിറ്റൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ? റെഡ് കാർഡ് ആണോ ഗ്രീൻ കാർഡ് ആണോ? ഓക്കെ, വിമൻ പ്ലെയേഴ്സ് വർക്ക് ട്വൈസ് ആസ് ഹാർഡ് ഫോർ ഹാഫ് ദ റെക്കഗ്നിഷൻ. അതായത് പെൺകുട്ടികൾ വിമൻ പ്ലെയേഴ്സ് ആണ് കുറെ കൂടെ അധ്വാനിക്കുന്നത് റെക്കഗ്നിഷൻ കിട്ടാൻ വേണ്ടി. ഗ്രീൻ കാർഡ് ആണോ റെഡ് കാർഡ് ആണോ? ഗ്രീൻ. അങ്ങനത്തെ ഒരു പോയിന്റ്, ഈ ഒരു കോൺവെർസേഷൻ എനിക്ക് തിരിച്ച് ഇത് കഴിഞ്ഞിട്ട് കൊണ്ടുവരണേ. ഓക്കെ, പേരൻസ് ആർ നൗ മോർ ഓപ്പൺ ടു ലെറ്റിംഗ് ഡോട്ടേഴ്സ് പ്ലേ ഫുട്ബോൾ. ഗ്രീൻ. ഓക്കെ, ഫിറ്റ്നസ് ഇസ് 50% ഡയറ്റ് ആൻഡ് 50% ട്രെയിനിങ്. റെഡ് ഓർ ഗ്രീൻ? 50% ഡയറ്റ് ആണോ 50% ട്രെയിനിങ് ആണോ? ഫിറ്റ്നസ്. ഗ്രീൻ. ഓക്കെ, റൈറ്റ്. ഓക്കെ, സോ ഇത് വേറൊരു ഗെയിമാണ്. ഇറ്റ്സ് കോൾഡ് കോച്ചസ് വിസിൽ. സോ ബേസിക്കലി ഇപ്പോൾ ആസ് എ കോച്ച് ഞാൻ കുറച്ച് സിനാരിയോസ് പറയാം. ആ സിനാരിയോയിൽ കോച്ച് എന്തായിരിക്കും കുട്ടികളുടെ അടുത്ത് വന്ന് പറയാം.
Okay. So 1, 2, 3 go. Half time pep talk for tired players. Tired ആയിട്ടിരിക്കുന്ന പ്ലേയേഴ്സിന്റെ അടുത്ത് ഹാഫ് ടൈം വന്ന് എന്ത് പെപ് ടോക്ക് ആണ് കൊടുക്കാൻ പോകുന്നത്? റെഡി 1, 2, 3 go. പെപ് ടോക്ക്. ഞാൻ ഭയങ്കര ടയേർഡ്നെസ് എന്ന് പറയുന്നത് അതൊരു തോന്നലാണ്. അത് ചിലപ്പോൾ നിങ്ങളുടെ ബോഡി ടയേർഡ് ആയിരിക്കാം, പക്ഷെ മെൻ്റലി നമ്മൾക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ടയർഡ്നെസ് ഒന്നും വരില്ല. ഇത് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു നമ്മുടെ ഒരു ഫീലാണിത്. അതേസമയം നമുക്ക് ജയിക്കണമെങ്കിൽ എന്താ, അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫീല് മാറി, ആ ഫെറ്റിക് മാറി, അഗെയിൻ നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കലി എന്ത് ജനറേറ്റ് ചെയ്യും, എനർജി ജനറേറ്റ് ചെയ്യും. ആ എനർജി നമുക്ക് യൂസ് ചെയ്യണം, അത് ഗ്രൗണ്ടിൽ കാണിക്കുക. ഓക്കെ, ഇപ്പൊ നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി ഒരു ഹാർട്ട് ബ്രേക്കിംഗ് വലിയൊരു പരാജയം നടന്നു. ആ ഒരു ടൈമിൽ പ്ലേയേഴ്സിന്റെ അടുത്ത് വന്ന് മോട്ടിവേറ്റ് ചെയ്ത് പറയേണ്ട ഒരു ചെറിയൊരു ഡയലോഗ്. ഓക്കെ, റെഡി 3, 2, 1 ഗോ. ഡോണ്ട് വറി. വൈ? ബിക്കോസ് നമുക്ക് എല്ലാ കളികളിലും ജയവും പരാജയവും ഒക്കെ ഉണ്ടാവും. പക്ഷെ റിപ്പീറ്റ് ചെയ്യണ്ട, ബട്ട് വിഷമിക്കേണ്ട ഇപ്പോൾ. കാരണം നമുക്ക് അടുത്ത ഗെയിമുണ്ട്. ആ ഗെയിമിൽ ഈ പോയിന്റ് നമുക്ക് അത്ര വലിയ ഒരു പ്രശ്നമാണെങ്കിൽ കൂടി നിങ്ങൾ അടുത്ത 2 ഗെയിമിലും കൂടിയിട്ട് അതിനെ കംപ്ലീറ്റ്ലി അങ്ങ് പിക്കപ്പ് ചെയ്ത് വന്നാൽ മതി. അതുകൊണ്ട് വിഷമിക്കണ്ട. പക്ഷെ ഒന്ന് വേഗം റിക്കവറി ആയി മൈൻഡെല്ലാം റിലാക്സ് ആയിട്ട് പെട്ടെന്ന് വാ. ഓക്കെ, ഫൈൻ. ഓക്കെ, പക്ഷെ ഇപ്പൊ കളി ജയിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ പ്ലേയേഴ്സിന്റെ അടുത്ത് എന്തുവന്ന് പറയും? 3, 2, 1 ഗോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ 100% ഓൾ ഔട്ട് കൊടുത്തു. നിങ്ങളെ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളാണ് ഇന്ത്യയിലെ ബെസ്റ്റ് പ്ലെയേഴ്സ്. അത് നിങ്ങൾ ഓരോരോ വ്യക്തികൾ, ഓരോ പ്ലേയേഴ്സ്, ഈച്ച് ആൻഡ് എവറി പ്ലെയേഴ്സ്, ആര് കളിച്ചു ആര് വെളിയിലിരുന്നു എന്ന് നമുക്ക് പ്രശ്നമില്ല. ആസ് എ ടീം നമ്മൾ അച്ചീവ് ചെയ്തു. ഇത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത്. ഐ ആം സോ ഹാപ്പി. ഓക്കെ, പക്ഷെ സക്സസ് തലയ്ക്ക് എടുക്കണ്ട എന്നുമുള്ളൊരു പോയിന്റ് പറയോ? ദിസ് ഇസ് ജസ്റ്റ് ബിഗിനിങ് എന്നുള്ളത്, അതായിരുന്നു ഞാൻ ചോദിച്ചത്. ഓക്കെ, കൂൾ. ഫുട്ബോൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പേടിച്ചിരിക്കുന്ന ഒരു കുഞ്ഞു കുട്ടിയുടെ അടുത്ത് അല്ലെങ്കിൽ ഒരു യങ് ഗേൾ കുറച്ച് എൻകറേജിങ് വേർഡ്സ് എന്തായിരിക്കും? 3, 2, 1 ഗോ. ഫുട്ബോള് എന്ന് പറയുന്നത് ഒരു ഉരുണ്ട സാധനമാണ്. അപ്പോൾ ജോയിൻ ചെയ്ത് നമുക്ക് ഓടാം. ഫുട്ബോളിൻ്റെ ഒരു ഗെയിമിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു ബോളിന് പുറകെയാണ് എല്ലാവരും പോകുന്നത്. ആരാണോ ഫുട്ബോളിനെ സ്നേഹിക്കുന്നത് അതിന് പുറകെ ബോൾ വരും എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ കളിച്ച് നമ്മൾക്ക് രസിച്ച് എല്ലാ കളിക്കാരും, ഇപ്പം നമ്മൾ കളിക്കാതിരുന്നാൽ വീട്ടിലിരുന്നാൽ ഇപ്പം മോൾക്ക് ഇത്രയും കൂട്ടുകാരെ കാണാൻ പറ്റുമോ? ഇത്രയും ആൾക്കാരുടെ കൂടെ കളിച്ച് രസിച്ച് അങ്ങനെയൊക്കെ പോകാൻ പറ്റുമോ? അപ്പോൾ സന്തോഷമല്ലേ ഉണ്ടാവുക? എല്ലാ കളികളും സന്തോഷമല്ലേ തരിക? അപ്പം മോളിന്ന് കളിക്ക്, ജോയിൻ ചെയ്യും. പ്രൊഡക്ഷൻ ടീം ഇത് റീലായിട്ട് കട്ട് ചെയ്യൂ. Wow, so profound. I love it. Wow, okay. ഞാൻ നേരത്തെ സംസാരിക്കാമെന്ന് പറഞ്ഞ പോയിന്റിലേക്കാണ് ഇനി പെട്ടെന്ന് പോകാനുള്ളത്. ഇപ്പോൾ ആൺകുട്ടികൾക്ക് അല്ലെങ്കിൽ മെൻസ് ഫുട്ബോൾ ലീഗിന് ഒരുപാട് പബ്ലിസിറ്റി, അപ്രീസിയേഷൻ, ഫെയിം എല്ലാം കിട്ടുന്നുണ്ട്. നോട്ട് ജസ്റ്റ് ഫോർ ഫുട്ബോൾ, ഈവൻ ഫോർ ക്രിക്കറ്റ് ആണെങ്കിലും എന്താണെങ്കിലും. മറിച്ച് ഒരു വുമൻസ് ലീഗിലേക്ക് ആകുമ്പോൾ നമുക്ക് അത്രയും ഉള്ള ഒരു പോപ്പുലാരിറ്റി അല്ലെങ്കിൽ ഓക്കെ, ആൾക്കാർ ഇപ്പോൾ ജോലി കഴിഞ്ഞ ഒരു മെൻസ് ഫുട്ബോൾ അല്ലെങ്കിൽ മെൻസ് ഗെയിം ഉണ്ടെങ്കിൽ അവർ പെട്ടെന്ന് പോയി ഇരുന്ന് കാണും. എന്നാൽ ഒരു വിമൻസ് ഗെയിം ആണെങ്കിൽ ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അതിനെക്കുറിച്ച് എന്താണ് പ്രിയയുടെ അഭിപ്രായം? അതും ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നില്ലേ, സോഷ്യൽ മീഡിയയുടെ ഇമ്പോർട്ടൻസ്. ഇപ്പം ഇത് നെക്സ്റ്റ് പറയാനുള്ള ഒരു ഇത് തന്നെയാണ്. നമ്മൾ വുമൺ പ്ലേയേഴ്സിന് അല്ലെങ്കിൽ വുമൺ താരങ്ങൾക്ക് നമ്മൾ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അവരുടെ ഹാർഡ് വർക്കിന്, അവരുടെ അച്ചീവ്മെൻറ്റിന് അവരെ എത്രമാത്രം നമ്മുടെ സാധാരണക്കാർ അല്ലെങ്കിൽ ഹൃദയത്തിലേക്ക് എടുത്തു വെക്കുന്നുണ്ട്. അത് തന്നെയാണ് അതിൻ്റെ പ്രശ്നം വരുന്നത്. രണ്ടായിട്ട് കാണാം. എപ്പോഴും നമ്മൾ പറയും നല്ല രീതിയിൽ വുമൺ എംപവർമെൻ്റ് ഉണ്ട് അല്ലെങ്കിൽ വുമൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാ രീതിയിലും. ഇപ്പം ഗവൺമെൻറ് ആയിക്കോട്ടെ വളരെ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ വുമണിന് വേണ്ടിയിട്ട്. അതിലെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് എന്താണ് എന്താണ് കുടുംബശ്രീ അല്ല, വേറൊരു സംഭവമല്ല, എല്ലാവർക്കും ജോലി കൊടുത്തിട്ട് എല്ലാം ചെയ്യുന്ന തൊഴിലുറപ്പ് എന്ന് പറയുന്നത് അവിടെയാണ്. അതിലൊരു വല്ലാത്തൊരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട് തൊഴിലുറപ്പിൽ. കാരണം ഒരാളും ജോലിയില്ലാതില്ല.
എന്നുവെച്ചാൽ അല്ലെങ്കിൽ മുൻപൊക്കെയാണെന്ന് വെച്ചാൽ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ പേരൻസിൻ്റെ അവിടെ നിന്ന് വേണം പൈസ കിട്ടാൻ. ഇപ്പോൾ സ്വന്തമായിട്ട് എല്ലാവരുടെ കയ്യിലും കാശുണ്ട്. അപ്പോൾ അവിടെയാണ് അതിൻ്റെ തുടക്കം. അതേപോലെ നമ്മൾക്ക് വുമൺ താരങ്ങളെ അല്ലെങ്കിൽ ഇതിലേക്ക് വരുന്ന ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ, അവർക്ക് നമ്മൾ പ്രാധാന്യം കൊടുത്താൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ കൾച്ചർ കൊണ്ടുവരാൻ പറ്റും. മെല്ലെ 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 വരാൻ പറ്റുമോ? ഒരു മെല്ലെ ഉള്ള ഒരു ഗ്രോത്ത്. എന്നാൽ അടുത്ത 10 വർഷത്തേക്ക് എന്തായിരിക്കും പ്രിയയുടെ ഒരു വിഷൻ? പെൺകുട്ടികളുടെ ഫുട്ബോളിലേക്ക് അല്ലെങ്കിൽ വിമൻസ് ഫുട്ബോൾ എന്താണ് ഒരു 10-year വിഷൻ? ഇപ്പം നമ്മൾ പെൺകുട്ടികളുടെ കേരളത്തിൻ്റെ എടുക്കാം. നമ്മൾക്കിപ്പം കേരളത്തിൽ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉള്ള ടൂർണമെൻറ്റുകൾ ഇപ്പം അടുത്ത 10 വർഷത്തേക്ക് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ പുറകിൽ മുന്നേയിലെ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയണം. കാരണം എന്ന് വെച്ചാൽ നമ്മളൊക്കെ കളിച്ചുകൊണ്ടിരുന്ന സമയങ്ങളിൽ ഞാൻ പറഞ്ഞു നാഷണൽസ് ആൻഡ് നാഷണൽ ഗെയിംസ്, ഈ 2 കാലം ഒരു ഇൻ്റർ ഡിസ്ട്രിക്റ്റും ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പതിയെ ലീഗ് സ്റ്റാർട്ടായി. പല ജില്ലകളിലും, വളരെ കുറച്ച് ജില്ലകളാണെങ്കിൽ പോലും കേരളത്തിൽ ലീഗ് സ്റ്റാർട്ട് ചെയ്തു. അതിൽ പിന്നെ വന്നു കേരള ലീഗ് വന്നു. ഇപ്പം ലീഗുണ്ട്, പ്രീമിയർ ലീഗ് നടക്കുന്നുണ്ട്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഭാഗത്തുനിന്ന് അസ്മിത ലീഗ് എന്ന് പറഞ്ഞ ലീഗ് നടക്കുന്നുണ്ട്. റിലയൻസ് ഗ്രൂപ്പ് ടൂർണമെൻറ്റുകൾ കൊടുക്കുന്നുണ്ട്. ഖേലോ ഇന്ത്യ ലീഗ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് മാച്ചസ് കൂടി. അപ്പോൾ ഇത്തരം ടൂർണമെൻറ്റുകൾ കൂടി. അതോടൊപ്പം തന്നെ സ്കൂൾ ലെവലിലെ ടൂർണമെൻറ്റുകൾ നടക്കുന്നു. സുബ്രതോ മുഖർജി ട്രോഫികൾ നടക്കുന്നുണ്ട്. ഏജ് ഗ്രൂപ്പ്, ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഏജ് ഗ്രൂപ്പ് ടൂർണമെൻറ്റുകൾ നടക്കുന്നു. പിന്നെ കോളേജ് തലത്തിലാണ് യൂണിവേഴ്സിറ്റിയുടെ ടൂർണമെൻറ്റുകൾ. അതുപോലെ തന്നെ ഖേലോ ഇന്ത്യ ലീഗ്, യൂണിവേഴ്സിറ്റി ലീഗ്, അങ്ങനെ വിവിധ തരം ടൂർണമെൻറ്റുകൾ നടക്കുന്നു. അപ്പോൾ അതിൻ്റേതായ ഒരു മാറ്റമാണ്, ആ ഒരു ഇമ്പാക്റ്റാണ് ഇപ്പം വുമൺ ഫുട്ബോളിൽ ഇന്ത്യയിൽ കണ്ടുവരുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ അണ്ടർ 17, അണ്ടർ 19, അണ്ടർ 20 ടീം മോശമല്ലാത്ത സീനിയർ ലീഗും വരും. അപ്പോൾ ഇനി അടുത്ത ഒരു 20 ഇയേഴ്സിൽ നമ്മൾ എന്ത് അച്ചീവ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇനിയും കൂടുതൽ കോമ്പറ്റീഷൻസ് വേണം. അത് 2 വയസ്സിൻ്റെ ഇടവിട്ടിട്ടുള്ള കോമ്പറ്റീഷൻസ് വേണം. അതുപോലെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഒരു ഡെവലപ്മെൻറ്റ് വേണം. നമുക്ക് ടൂർണമെൻ്റ് എന്നൊന്നും പറയണ്ട. എന്ന് വെച്ചാൽ അവർക്ക് ഒരു ജസ്റ്റ് ഇൻവോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ ഇതിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി, അതിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻ, ഫിഫ ക്യാമ്പയിൻ പോലെയല്ല അതൊക്കെ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇപ്രാവശ്യം AFF നടത്തിയിരുന്നു. അതിലൊരു വെന്യൂ നമ്മുടെ ഈ കൊച്ചിയായിരുന്നു. 5 സംസ്ഥാനങ്ങളിലാണ് അത് നടന്നത്. അതിൽ സൗത്തിൻ്റെ വെന്യൂ കൊച്ചിയായിരുന്നു. പിന്നെ നോർത്ത് പഞ്ചാബ്, പിന്നെ സെൻട്രലിൽ വന്നിരിക്കുന്നത് ഛത്തീസ്ഗഡ്, പിന്നെ നോർത്ത് ഈസ്റ്റ് മിസോറാം, അങ്ങനെയൊക്കെയാണ് നടന്നത്. അപ്പോൾ അങ്ങനെ ക്യാമ്പയിൻ നടക്കും. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുവന്ന് ഗ്രാസ് റൂട്ട് ലെവലിൽ നമ്മൾ ചാമ്പ്യൻസ് ആകണം. അപ്പോൾ ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ചാമ്പ്യൻസ് ആവുന്ന രീതിയിൽ ഇപ്പോൾ വേറൊരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ആദ്യത്തെ വുമൺ റെസിഡൻഷ്യൽ അക്കാഡമി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് തെലങ്കാനയിൽ, ഹൈദരാബാദിൽ. അപ്പോൾ അതിൻ്റെ ട്രയൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതൊക്കെ നമ്മൾക്കുള്ള ഒരു സ്റ്റെപ്പുകളാണ്. അപ്പോൾ ആ കുട്ടികളാണ് ഇനി അണ്ടർ 17, ആ ഒരു ഏജ് ഗ്രൂപ്പ് 15 ആണ് ഇപ്പോൾ എടുക്കുന്നത്. ആ കുട്ടികൾ അണ്ടർ 17 IWL 2 കളിക്കും. ഇന്ന് ഇന്ത്യൻ ആരോസ് കളിക്കുന്നുണ്ട് IWL, എന്നാൽ അണ്ടർ 20 ടീം IWL കളിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അവർ കളിച്ചതെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ടീമുകളൊക്കെ കൂടെ തന്നെ കളിച്ചിട്ട് അവർ IWL 2 ക്വാളിഫൈ ചെയ്താൽ. അപ്പോൾ ഇത്തരം ഒരു ഫ്ലോ ഉണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരുപാട് എക്സ്പോഷർ മാച്ചസ്, പിന്നെ ഒരു വൈഡായിട്ടുള്ള ടാലൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ, ഇതൊക്കെ നമ്മൾക്ക് ഈ ഒരു 10 ഇയേഴ്സിൽ നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു രാജ്യത്തിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഭയങ്കര പ്രാധാന്യമുള്ളതാണ് നമ്മൾ തന്നെ ടൂർണമെൻറ്റുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. നമ്മൾ വീട്ടിലൊരു പ്രോഗ്രാം നടക്കുമ്പോൾ നമ്മളെ വീട് നമ്മൾ അലങ്കരിക്കും. അതുപോലെ അതാണ് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്. അതുപോലെ ഇപ്പോൾ സൂപ്പർ ലീഗ് കേരള പോലുള്ള ടൂർണമെൻറ്റുകളിൽ നമ്മുടെ വുമൺ ടീമുകൾ വരണം. ചെറിയ ടൂർ, ഇത് വലിയ ടോപ്പ് ലെവലിലേക്ക് വന്നു. ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് ഏറ്റവും നല്ല ടൂർണമെൻ്റാണിത്. അപ്പോൾ
അതുപോലെ തന്നെ താഴേക്കിടയിലുള്ള ടൂർണമെൻറ്റുകളിലും ഇതുപോലെ വുമൺ പങ്കാളിത്തം വരണം. അങ്ങനെയുള്ള എന്ന് വെച്ചാൽ നമ്പർ ഓഫ് മാച്ചസ് കൂടണം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പെൺകുട്ടികളുടെ കളി സ്റ്റാൻഡേർഡായി വരുമ്പോഴാണ് കളി കാണാൻ ആൾക്കാർ വരിക. എന്നാണോ പെൺകുട്ടികളുടെ കളികൾ കൂടുതലായിട്ട് നടത്തുക, അതെന്ത് കളി ആയിക്കോട്ടെ, അത് കളി കാണാൻ വേണ്ടി ആൾക്കാർ എത്തുമ്പോഴാണ് ഒരു ഫാമിലി ആയിട്ട് വരിക. അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് കാര്യങ്ങൾ വരണം. റൈറ്റ്, ബ്യൂട്ടിഫുൾ. താങ്ക് യു സോ മച്ച് പ്രിയ. ഇറ്റ്സ് ബീൻ വെരി ഇൻസൈറ്റ്ഫുൾ ആയ ഒരു കോൺവെർസേഷൻ ആണ്. ഒരുപാട് പോയിന്റേഴ്സ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. ആൻഡ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ അടുത്ത് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു മെസ്സേജ് ഉണ്ടോ? നമ്മുടെ സൂപ്പർ ലീഗ് കേരളയുടെ ആരാധകരാണ്, എന്തെങ്കിലും ഒരു ക്വിക്ക് മെസ്സേജ്? നമ്മുടെ നാട്ടിലിപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ടൂർണമെൻ്റാണ് സൂപ്പർ ലീഗ് കേരള. പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ ISL ഒക്കെ കുറച്ച് ഇങ്ങനെ എന്താണ് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താത്ത രീതിയിലാണ് കാര്യങ്ങളുള്ളത്. അപ്പോൾ അത്തരം ഒരു സമയങ്ങളിൽ നമ്മൾക്ക് കളി കാണാൻ വേണ്ടിയിട്ട് ഒരവസരം, നമ്മുടെ കളിക്കളത്തിൽ പോയിട്ട് കളി കാണുക എന്നുള്ള ആ ഒരു ഫീൽ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അത് ചെറിയ കുട്ടികളായിക്കോട്ടെ, വലിയ കുട്ടികളായിക്കോട്ടെ, അല്ലെങ്കിൽ അമ്മമാരായിക്കോട്ടെ, ചേച്ചിമാരായിക്കോട്ടെ, എല്ലാവരും ഗ്രൗണ്ടിൽ പോയിട്ട് സ്റ്റേഡിയങ്ങളിൽ പോയിട്ട് കളി കാണുമ്പോഴുണ്ടാകുന്ന ആ ഒരു ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ നമ്മൾക്ക് അനുഭവിക്കുന്ന ആ ഒരു ഗോള് പിറക്കുമ്പോൾ എല്ലാവരും സന്തോഷിക്കുമ്പോൾ, എല്ലാവരും എൻജോയ് ചെയ്യുമ്പോൾ നമുക്കും അതിലൊരു പങ്കാളികളാവണം. ആ രീതിയിലുള്ള ഇതിൽ ഞാൻ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു കളിക്കളത്തിലേക്ക് പോകുമ്പോഴാണ് നമ്മളെല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് ആ ഒരു സൊസൈറ്റിയുമായിട്ട് കൂടുതൽ ഇടപഴകാനും എന്താണ് എന്നുള്ള ഒരു ഫീലിലേക്ക് വരുന്നത്. അതുകൊണ്ട് എല്ലാവരും കളികൾ കാണാൻ വേണ്ടിയിട്ട് പോവുക, എൻജോയ് ചെയ്യുക, ആസ്വദിക്കുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് പ്രിയ, ദാറ്റ് വാസ് ബ്യൂട്ടിഫുൾ. എന്തെങ്കിലും വേറെ പറയാനുണ്ടോ? ആക്ച്വലി എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞു. ബിക്കോസ് നമുക്ക് ആവശ്യമുള്ളത് കുട്ടികൾ മാത്രം കളിക്കാൻ പോകുന്നതല്ല, ഫാമിലീസും കൂടെ ഒരു ഫെസ്റ്റിവൽ ആക്കി മാറ്റണം. അതാണ് നമ്മുടെ ഒരു ലോങ് ടേം ഗോൾ. ആൻഡ് അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. ലൈക്ക് ഐ സെഡ്, നേരത്തെ ഇപ്പോൾ ഒരു ടീമിനും അവരുടേതായ സ്റ്റേഡിയം ഉണ്ടാവുകയാണ്. നേരത്തെ പല പല സ്റ്റേഡിയംസ് ഷെയർ ചെയ്യാറുണ്ട് 2 ടീംസ്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച് പ്രിയ, ആൻഡ് ലുക്കിംഗ് ഫോർവേഡ് ടു a lot more from you. And thank you for being here with us. Thank you so much.